ഈ കേസിന്റെ വിചാരണയ്ക്ക് ശേഷം എന്റെ മനസ്സിലും നിങ്ങളുടെ മനസ്സിലും എന്തെങ്കിലുമൊക്കെ ഒരു ഭയം ഉണ്ടാവും. അത് കാരണം നമ്മൾ തെറ്റായ വഴിയിലൂടെ പോയി നമ്മൾ നമ്മുടെ വിലപ്പെട്ട സമയം നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. മരണത്തെ കണ്ടിട്ട് വന്നവനായിരിക്കും ധൈര്യം കൂടുതലുള്ളത്. അവനെ ആര് വിചാരിച്ചാലും നശിപ്പിക്കാൻ കഴിയില്ല. കമോൺ കമോൺ ലവ്ലി ലവ്ലി അങ്ങനെ തന്നെ കമോൺ 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 അങ്ങനെ തന്നെ കമോൺ സ്ട്രോക്ക് അങ്ങനെ തന്നെ കമോൺ 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 ബ്രീത്തിങ് കമോൺ കമോൺ ലവ്ലി ലവ്ലി കമോൺ 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 ഫാസ്റ്റ് 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 കമോൺ ഫാസ്റ്റ് 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 യേ നാളെ ആരും ലേറ്റ് ആവരുത്. ഞാൻ തരുന്ന പണിഷ്മെന്റ് അറിയാലോ. ഓക്കെ ബൈ ടേക്ക് കെയർ. എടാ 3 മണിക്ക് ഒരു പ്രധാന മീറ്റിംഗ് ഉള്ള നീ പോവാണോ? എന്നെ ആരും അറിയിച്ചില്ലല്ലോ. മിസ്റ്റർ അർണബ് വിളിച്ചിരുന്നു. എന്തോ എമർജൻസി മീറ്റിംഗ് ഉണ്ടെന്ന്. സ്റ്റേറ്റ് കൗൺസിലിൽ നിന്ന് നോട്ടീസ് വരെയുണ്ട്. അതുകൊണ്ട് പോയേ പറ്റൂ. ഇത് നോക്ക്, മിസ്റ്റർ അർണബിനോട് എനിക്ക് ആ നോട്ടീസ് മെയിൽ ചെയ്യാൻ പറ. ഇനി സെലക്ഷനെ കുറിച്ച് എന്തെങ്കിലും പറയുകയാണെങ്കിൽ ജൂനിയർ പ്ലേയേഴ്സിനും സബ് ജൂനിയർ പ്ലേയേഴ്സിനെയും ഒക്കെ ഓൾറെഡി സെലക്ട് ചെയ്തെന്നും പറ. അത് ഓക്കെ ബൈ. വരുന്നുണ്ട്, നീ തന്നെ സംസാരിച്ചോ. ഹലോ ഹലോ സർ. സർ, എന്റെ മോൾക്ക് ഈ സ്വിമ്മിംഗ് സൂട്ട് കറക്റ്റ് ആയിരിക്കുമോ? കളർ കുറച്ച് ഹാർഡാണ്. വെള്ളത്തിലിറങ്ങുമ്പോൾ കുറച്ചുകൂടെ ഹാർഡായിരിക്കും. സാറേ, ആ കളർ വളരെ നന്നായിരിക്കും അല്ലേ? സാറേ, പ്രീതിയുടെ അമ്മാവൻ ദുബായിൽ നിന്ന് ഹെൽത്ത് ഡ്രിങ്ക് അയച്ചായിരുന്നു. ആ പിക്ചർ ഞാൻ സാറിന് ഷെയർ ചെയ്തായിരുന്നല്ലോ. പക്ഷെ അതിന് സാർ ഒന്നും പറഞ്ഞില്ലല്ലോ. ഇത് 2 ബുക്കുണ്ട്. നിങ്ങളുടെ എല്ലാ ചോദ്യങ്ങൾക്കുള്ള ഉത്തരവും ഇതിനകത്തുണ്ട്. 2 കോപ്പിയേ ഉള്ളൂ, അതുകൊണ്ട് ഷെയർ ചെയ്യാൻ മറക്കണ്ട. ഓക്കെ, പിന്നൊരു കാര്യം, സ്വിമ്മിങ്ങിനെ കുറിച്ചൊരു സിനിമയുണ്ട്. സമയം കിട്ടുവാണെ കാണും. താങ്ക് യു സർ. ബൈ. മോനെ, നീ പെട്ടെന്ന് എത്തിവന്ന്. ഇന്ന് സൂര്യൻ ഏത് ഭാഗത്ത് ഉദിച്ചെന്ന് അറിയില്ല. ഇന്ന് അനുമോളുണ്ടല്ലോ, കറക്റ്റ് സമയത്ത് തന്നെയാ അവള് ടിഫൻ കഴിച്ചത്. പ്രേയറിന് ലൈനിൽ നിന്നു, ആരോടും വഴക്കിനും പോയില്ല, തുപ്പുകയും ചെയ്തില്ല. മിസ്സിസ് ബൃന്ദയ്ക്ക് ഇന്ന് വലിയ സന്തോഷമായി. ഞാൻ മോളെ എന്ന് നോക്കി സല്യൂട്ട് ചെയ്തപ്പോ ഉണ്ടല്ലോ, മോൾ എനിക്കും തിരിച്ചൊരു സല്യൂട്ട് തന്നു മോനെ. എത്ര പറഞ്ഞാലും കേൾക്കില്ല. അനു വരുന്നതിന് മുന്നേ ഫ്രഷ് ആയിട്ട് ഭക്ഷണം കഴിക്കണമെന്ന് ഞാൻ പറഞ്ഞല്ലേ. ആരോട് പറയാനാ? കണ്ടില്ലേ, ഞാൻ എന്താണോ പറയുന്നത് അത് തന്നെയാ സാറും പറയുന്നത്. അമ്മ എന്താ ഞാൻ പറയുന്നത് കേൾക്കാത്തെ? അമ്മ കാരണം എനിക്കാ വഴക്ക് കിട്ടുന്നത്. ദിവസം മുഴുവനും ബുക്കിനകത്ത് മുങ്ങി കിടക്കുമല്ലേ. ഞാൻ എന്തെങ്കിലും പറയാറുണ്ടോ? ഡോക്ടർ പറയുന്ന മര്യാദയ്ക്ക് കേട്ടില്ലെങ്കിലേ നിങ്ങൾക്ക് തന്നെയാ പ്രശ്നം. വാമേ. എന്റെ അമ്മോ, നീ തല തോർത്തിയില്ലല്ലേ. ബീനേച്ചി, എന്താ മോനെ? ഒന്നിങ്ങ് വന്നേ. അമ്മേ ഞാനിപ്പോ വരാവേ. എന്തു പറ്റി? ഇവിടെ തലയും തോർത്ത് കൊടുത്തേ. വല്ല ജലദോഷവും പിടിക്കണ്ട. തോർത്ത് തരാം. അമ്മേ, അമ്മ ഇവിടെ എന്തെടുക്കുക? പതുക്കെ വാ, പതുക്കെ. അങ്ങനെ സമയത്തിന് ആഹാരം കഴിച്ചില്ലെങ്കിൽ അത് അമ്മയ്ക്ക് തന്നെയല്ലേ പ്രശ്നം. അമ്മ എന്താ പറഞ്ഞനുസരിക്കാത്തത്? മോനെ, ഞാൻ ഇനി എത്ര കാലം ഉണ്ടാവും അറിയില്ല. അതുവരെ കുറച്ച് സ്നേഹത്തോടെ സംസാരിച്ചൂടെ?
എപ്പോഴും ദേഷ്യപ്പെട്ടോണ്ട്. അതുപോലെ ചേച്ചിയോടും ഇങ്ങനെ ദേഷ്യപ്പെടല്ലേ. അവളല്ലാതെ വേറെ ആരാ ഉള്ളത്? ഇന്ന് തന്നെ എന്റെ ജീവൻ പോയാ നീ പിന്നെ ആരോടാ ദേഷ്യപ്പെടുക? ബൃന്ദയോടോ? അമ്മ മിണ്ടാതെ ഒന്ന് കഴിച്ചേ. മോളെ ഇങ്ങോട്ടിരിക്കെ, സൂക്ഷിച്ചേ. ശരി ശരി, നോക്ക് ഞാൻ വരാം. എല്ലാവർക്കും ഭക്ഷണം കൊടുക്കാൻ ഞാൻ തന്നെ വേണം. വാ തുറന്നേ. ആന്ന് കാണിച്ചേ. ആ ഓ അമ്മ പതുക്കെ, ഒന്നുമില്ല, പതുക്കെ കഴിച്ചാൽ മതി കേട്ടോ. നിക്ക് മോളെ, ഞാൻ വാരിത്തരാം. മോളൊന്നാ കാണിച്ചേ. വേഗം കഴിക്കണം, ഒന്ന് വേഗം കഴിച്ചേ. ഇത് കഴിഞ്ഞിട്ട് വേണം പോയി കുളിക്കാൻ. ഓ കണ്ടോ അവളുടെ അസൂയ. സുന്ദരി ഇപ്പൊ ഓക്കേ അല്ലേ? കഴിക്കേ. അല്ല, ഈ വലിയ കപ്പൽ എങ്ങനെ നീന്താൻ പഠിച്ചത്? എന്ത് രസാ നോക്കത് വെള്ളത്തിലൂടെ പോകുന്നത് കാണാൻ. അതിന് ഒഴുകാൻ മാത്രമല്ല, എങ്ങനെ നീന്തണം എന്നും അറിയാം. അതെയോ? ആരാണ് അതിന്റെ ട്രെയിനർ? പറ കേക്കട്ടെ. നിങ്ങളല്ലേ? ആ എഞ്ചിൻ ഉണ്ടാക്കിയ എഞ്ചിനീയർ. ഒരു എഞ്ചിനീയർ വരച്ച ആദ്യത്തെ ഷിപ്പ് ഉണ്ടല്ലോ, ആ എഞ്ചിനീയറാണ് വെള്ളത്തിനോടും കാറ്റിനോടും ഫൈറ്റ് ചെയ്യാനുള്ള ശക്തി അവയ്ക്ക് കൊടുത്തത്. അതിനുശേഷമാണ് ഈ കപ്പലുകളൊക്കെ ഉണ്ടാക്കിയെടുത്തത്. എല്ലാവരും ജനിക്കുമ്പോൾ തന്നെ ഒരു സ്വിമ്മറാണ്. അതുകൊണ്ട് തന്നെ അവയ്ക്ക് ട്രെയിനറിന്റെ ആവശ്യമില്ല. വാവ്, അത് ശരിക്കും പൊളിച്ചു. അങ്ങനെയാണെങ്കിലേ ആ എഞ്ചിനീയർ വേറെ ആരുമല്ല, നിങ്ങൾ തന്നെയാ, റൈറ്റ്? നിങ്ങളുടെ സ്റ്റുഡൻസും ബോൺ സ്വിമ്മേഴ്സ് അല്ലേ? ശരിയല്ലേ? ഇവിടുത്തെ വൃത്തികെട്ട പൊളിറ്റിക്സ് ഈ ക്ലബ്ബിൽ തലയിടാതിരുന്നാൽ നന്നായിരിക്കും. ഞാൻ ഫ്ലോട്ടേഴ്സിന്റെ കോച്ചായത് തന്നെ ആർണബിന് പിടിച്ചിട്ടില്ല. അതെയോ? നിനക്ക് വേറെയും കുറെ ഓഫേഴ്സ് വന്നതല്ലേ? മറ്റുള്ള ഒരുപാട് ക്ലബ്സ് നിന്നെ ഹയർ ചെയ്യാനും റെഡി ആയിരിക്കാണ്. അപ്പൊ എന്റെ കമ്മിറ്റ്മെന്റോ? പോല, ഹാദി, അവര് സബ് ജൂനിയർ ലെവലിൽ നല്ല പെർഫോമൻസാ. അടുത്ത 2 വർഷത്തിനുള്ളിൽ അവരെ എവിടെ എത്തും നമുക്ക് സങ്കല്പിക്കാൻ പോലും പറ്റില്ല. അവർക്ക് 2 പേർക്ക് എൻ്റെ ഗൈഡൻസ് വേണം. അവരെ ഞാൻ ഈ പാതി വഴിയിൽ ഉപേക്ഷിച്ച് എൻ്റെ മനസാക്ഷിനോട് പൊറുക്കില്ല. സ്വന്തമായിട്ടൊരു സ്വിമ്മിംഗ് പൂൾ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഇടയ്ക്ക് ഞാൻ ചിന്തിക്കും. അങ്ങനെയാണെങ്കിൽ ഞാൻ എല്ലാവരെയും ചാമ്പ്യന്മാരാക്കിയേനെ. അതിരിക്കട്ടെ, നിങ്ങളുടെ ജോബ് എന്തായി? അതെനിക്ക് കിട്ടുന്ന ഒരു പ്രതീക്ഷയില്ല. ഇത് ശരിക്കും അടിപൊളിയാണ്, സമാധാനമുണ്ട്. ഒരുപക്ഷെ എനിക്ക് ജോലി കിട്ടിയാൽ തന്നെ അതേസമയം ഈ സ്പോർട്സിൻ്റെ കാര്യമൊക്കെ ആകെ കഷ്ടത്തിലാവും. എൻ്റെ കോൺട്രാക്ട് പേയ്മെൻറ്റ് കൂട്ടാൻ പറഞ്ഞിട്ടുണ്ട്. ഒരു ഭാഗത്ത് നോക്കുകയാണെങ്കിൽ അമ്മയുടെ ട്രീറ്റ്മെൻറ്റ്, മറ്റേ ഭാഗത്താണെങ്കിൽ അനു. അനുവിന്റെ കാര്യം ഓർത്ത് നിങ്ങൾ വിഷമിക്കണ്ട. ഒരു കാര്യം അറിയോ, അവളിപ്പോ നല്ലോണം ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. പിന്നെ അവളിപ്പോ ചെറുതായിട്ട് സംസാരിക്കാനൊക്കെ പഠിച്ചിട്ടുണ്ട്. അവളാണെങ്കിൽ അമ്മ, ഏട്ടൻ ഇതല്ലാതെ ഒന്നും പറയാറില്ല. പെട്ടെന്ന് അവൾ എന്താ പറഞ്ഞെന്നറിയോ? ബൃന്ദാന്ന് പറഞ്ഞു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അവൾ ശരിക്കും ഷാർപ്പാ. അവളെല്ലാം കേൾക്കുന്നുണ്ട്, റിയാക്ട് ചെയ്യുന്നുണ്ട്. അവളുടെ കാര്യത്തിൽ എന്താ വേണ്ടെന്ന് പോലും എനിക്കറിയില്ല. സ്പെഷ്യൽ ചിൽഡ്രൻ എപ്പോഴും സ്പെഷ്യൽ തന്നെയായിരിക്കും. എന്തുകൊണ്ടാന്ന് വെച്ചാൽ അവർക്ക് സ്പെഷ്യൽ പാരന്റ്സ് ആയിരിക്കും. തന്റെ കുട്ടികൾക്ക് വേണ്ടി ഒരു നോർമൽ ലൈഫ് കൊടുക്കാൻ അവർ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. ഏതൊരു പ്രതിസന്ധിയെ എതിർത്ത് അവർക്ക് വേണ്ടി പോരാടാനും തയ്യാറാണ്. ആൻഡ് യു ആർ വെരി സ്പെഷ്യൽ ടു അനു. Thus you are the best. Acha? What are you doing? Don't disturb me, sweetheart. Selection process are going on. എന്തിന്റെ സെലക്ഷനാ? Simple. മാട്രിമോണിയിൽ ഞാനൊരു അക്കൗണ്ട് തുറന്നിട്ടുണ്ട്. നിന്റെ ഫോട്ടോ അപ്ലോഡും ചെയ്തു. 24 hours ധാരാളം മറുപടികൾ വരാനും തുടങ്ങി. എനിക്കെല്ലാവരെയും സെലക്ട് ചെയ്യാൻ പറ്റത്തില്ലല്ലോ, അതുകൊണ്ടാണ് ഈ പ്രോസസ്. സെലക്ഷൻ ആരുടെ മേളാണോ എന്റെ ടാർഗറ്റ് കൊള്ളുന്നത് അവര് സെക്കൻഡ് റൗണ്ടിലേക്ക് എലിജിബിൾ ആകും. അച്ഛാ, ഇത് ശരിക്കും വളരെ ഇൻസൾട്ടിംഗ് ആട്ടോ. ഒരു ഡാറ്റ ഉപയോഗിച്ചാണ് അച്ഛൻ എന്റെ ലൈഫ് പാർട്ട്ണറെ സെലക്ട് ചെയ്യുന്നത്. ഞാൻ എപ്പോഴേ അതൊക്കെ സെലക്ട് ചെയ്ത് കഴിഞ്ഞതാ. നിക്ക് ലൈഫ് പാർട്ട്ണറിനെ നീ സെലക്ട് ചെയ്തെന്നോ? അവനെ കാണാൻ എങ്ങനെയുണ്ട്? അവന്റെ ഹൈറ്റ് എത്രയാ? എല്ലാം പറഞ്ഞിട്ട് പോ. ഓഹ് എന്റെ അച്ഛാ, ഈ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ഒന്നും എനിക്ക് വലിയ കാര്യമല്ല. എന്നെ സംബന്ധിച്ച് ഇന്റേണൽ ഫാക്ടേഴ്സ് ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. ഒന്ന് നിന്നേ. അങ്ങനെയുള്ള ഇന്റേണൽ ഫാക്ടർ നീ എന്താ കണ്ടത്? ഹീസ് എ സ്പോർട്സ്മാൻ. അത് മാത്രമല്ല, അയാളൊരു കോച്ചും കൂടിയാ. വാവ്, ഇത് കൊള്ളാമല്ലോ. നീ ഒരു കാര്യം ചെയ്യും, നാളെ അവനോട് വീട്ടിലോട്ട് വരാൻ പറ. ഒരു ഷാമ്പയിൻ ബോട്ടിൽ ഓപ്പൺ ചെയ്ത് അങ്ങ് ആഘോഷിക്കാം. എന്റെ അച്ഛ അങ്ങനെ അച്ഛനെ പോലെ വെള്ളം അടിക്കാറൊന്നുമില്ല. അണ്ടർസ്റ്റാൻഡ്? മദ്യപിക്കാത്ത ചെറുപ്പക്കാർ ഇക്കാലത്തോ? എങ്കിൽ നീ ഒരു കാര്യം ചെയ്യും, നാളെ അവനെ ക്ലബിലേക്ക് വിളിച്ചോണ്ട് വാ. ഞാൻ വാക്കിങ് പോകുന്ന സമയത്ത് അഡിഡാസേ ഉപയോഗിക്കാറുള്ളൂ. പിന്നെ കാറിൽ നിന്ന് പുറത്തിറങ്ങുമ്പോഴേ ഞാൻ എപ്പോഴും പൂമ മാത്രമേ ഉപയോഗിക്കാറുള്ളൂ. പിന്നെ നമ്മുടെ ഇന്ത്യൻ ഡ്രസ്സ് ധരിക്കുമ്പോഴേ ഞാൻ സ്ലിപ്പർ മാത്രമേ ഉപയോഗിക്കാറുള്ളൂ. ഞാൻ എത്രത്തോളം ഇങ്ങനെയുള്ള ബ്രാൻഡുകളൊക്കെ ഉപയോഗിച്ചാലും എൻ്റെ കാലെപ്പോഴും അങ്ങ് വീങ്ങിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് സ്ട്രോങ് ആയിട്ടുള്ള വല്ല മെഡിസിനും ഉണ്ടെങ്കിൽ പറ. അത് മാത്രമല്ല,
ഒരു പ്രാവശ്യം ഒന്ന് ഫ്ലോട്ടേഴ്സ് ക്ലബ്ബിൽ വരെ ഒന്ന് വന്നിട്ട് പോ. ഓക്കെ ഓക്കെ. ചേട്ടാ, മൻസൂഖ് ഫ്ലോട്ടേഴ്സ് മീറ്റിംഗിന്റെ അജണ്ടയെപ്പറ്റി എനിക്ക് വാട്സപ്പിൽ അയച്ചിട്ടുണ്ട്. അതായത് കോസ്റ്റ്യൂം മുതൽ എക്യുപ്മെന്റ് വരെയുള്ളവയ്ക്ക് ബഡ്ജറ്റ് കൂടുതലാണ് പോലും, മെയിൻ്റനൻസും കൂടുതലാണെന്ന്. അതുകൊണ്ട് ശമ്പളം കൂട്ടി ചോദിക്കുക. ശരി, ഞാൻ സ്പോൺസറിനോട് സംസാരിക്കാം. അല്ലാതെ ഒരു രാത്രി കൊണ്ട് എനിക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. പിന്നെ മെമ്പേഴ്സ് എന്താ പറയുന്നത്? ഐ മീൻ ഡൊണേഷൻ? കോച്ച് പറയുന്ന അതൊന്നും വേണ്ടെന്നാ. മെമ്പേഴ്സ് ആരും അത്ര വലിയ ഫാമിലിയിൽ നിന്നും അല്ല. അതുകൊണ്ട് ആരോടും ഫോഴ്സ് ചെയ്ത് കാശ് ചോദിക്കാൻ പറ്റില്ല. പരാതി കിട്ടിയ ലിസ്റ്റ് ഒന്ന് എടുത്ത് നോക്കി ചേട്ടൻ. ഓരോ ദിവസം കൂടി വരിക. ഭക്ഷണം മുതൽ എല്ലാത്തിലും പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളത്. മീഡിയക്കാരെങ്ങനെ പറഞ്ഞാൽ പണി കഴിഞ്ഞു. അതുമാത്രമല്ല, പുതിയ സെഷൻ 20% ശമ്പളം കൂടി ചോദിക്കുന്നേ. നിനക്ക് ധൈര്യം ഇച്ചിരി കൂടുതലാ. സത്യം പറഞ്ഞാൽ സ്മാർട്ടായിരിക്കണമെങ്കിൽ കുറച്ച് ധൈര്യവും നമുക്ക് ആവശ്യമുണ്ട്. അതാ അയൻ്റെ അടുത്ത് ധാരാളമുണ്ട്. ഇതിൽ കാര്യം എന്താണെന്ന് വെച്ചാ, നിന്നെക്കൊണ്ട് തുടർന്ന് വെള്ളത്തിനകത്തിലെ ഒരു 50 സെക്കൻഡ് അല്ലെങ്കിൽ 1 മിനിറ്റേ ഇരിക്കാൻ പറ്റൂ. പക്ഷെ നീ വെള്ളത്തിനുള്ളിൽ കൂടുതൽ നേരം ഇരിക്കണമെന്ന് ആഗ്രഹിച്ചാലുണ്ടല്ലോ, അതിന് തീർച്ചയായിട്ടും ഓക്സിജൻ സിലിണ്ടർ ആവശ്യമുണ്ട്. നമ്മുടെ ഒരു ദിവസം വരും, ആ ദിവസം അവന്റെ കയ്യിലുള്ള ആ ഓക്സിജൻ സിലിണ്ടർ ഇങ്ങ് ഊരി എടുത്തേക്കണം. നോക്കി വാ തുറന്നേ. ആ, അങ്ങനെ തന്നെ. അമ്മ ഇത് കണ്ടോ? അനുവിനിപ്പോ നല്ല മാറ്റമുണ്ട്. അവള് ഞാൻ പറയുന്നൊക്കെ അനുസരിക്കുന്നുണ്ട്. വാ തുറന്നേ. അവൾ നീ പറയുന്നതേ കേൾക്കൂ. ഞാൻ എന്ത് പറഞ്ഞാലും അവൾ അനുസരിക്കില്ല. അനു, നീ അമ്മ പറഞ്ഞ അനുസരിക്കില്ല? അതെ അമ്മ, വൃന്ദ പറഞ്ഞ വളരെ കറക്റ്റാ. നമ്മുടെ അനു വളരെ സെൻസിബിൾ ആയിട്ടുള്ള ഒരു കുട്ടിയാ. ശരിയാ മോനെ. വൃന്ദ ഇവിടെ ഇല്ലായിരുന്നെങ്കിൽ. ശരി, ഞാൻ അവളെ ഒരു വീഡിയോ കോൾ ചെയ്യാം. ഹായ്, ഇത് കണ്ടോ? ആരാ ഇത്? ഹനു, എന്താ ചെയ്യുന്നേ? ഭക്ഷണം കഴിച്ചോ? എന്താ അവളിപ്പോ എന്താ പറഞ്ഞേ? അവള് ടിവിയിൽ സിനിമയും കണ്ടിട്ട് ഫൈറ്റ് എന്ന് പറഞ്ഞോണ്ടിരിക്കുക. ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ അവള് നല്ലോണം സംസാരിക്കാൻ തുടങ്ങിയിട്ടുണ്ടെന്ന്. ഫോൺ ഇങ്ങ് താ മോനെ, ഞാനൊന്ന് അതെ, അമ്മയ്ക്ക് എന്തോ സംസാരിക്കണമെന്ന്. ഞാൻ കൊടുക്കാം. ഇതമ്മേ. മോളെ വൃന്ദേ, നീ ചെയ്ത സഹായത്തിന് നിന്നോട് ഞങ്ങൾ ഒരുപാട് കടപ്പെട്ടിരിക്കുന്നു. നമ്മള് ഈ പുനർജന്മത്തെ പറ്റിയൊക്കെ സംസാരിക്കില്ലേ? അങ്ങനെ ഒരു ജന്മം ഉണ്ടെങ്കിൽ ആ ജന്മത്തിൽ ഞാൻ തീർച്ചയായും നിനക്കിതിന്റെ പ്രത്യുപകാരം ചെയ്യുന്നതായിരിക്കും. സത്യം പറഞ്ഞാ ഞാൻ കാരണം എൻ്റെ മക്കളുടെ മുഖത്തുണ്ടായിരുന്ന സന്തോഷമൊക്കെ പോയി. എന്നാ ഇന്ന് നീ കാരണം അവരുടെ മുഖത്ത് വീണ്ടും സന്തോഷം കാണാൻ കഴിഞ്ഞു. ഇങ്ങനെയൊന്നും ഒരിക്കലും സംസാരിക്കില്ല ആന്റി. ആന്റിക്ക് ഒന്നും സംഭവിക്കില്ല. ആന്റി പേടിക്കരുത്. എനിക്കിവരെ ഉപേക്ഷിച്ചു പോകാൻ ഒരാഗ്രഹവുമില്ല. ഞാൻ ഓരോ പ്രാവശ്യവും കീമോതെറാപ്പിക്ക് വേണ്ടി ഈ വീട്ടിൽ നിന്നും പുറത്തു പോകുമ്പോഴൊക്കെ എനിക്ക് നല്ല പേടിയായിരിക്കും മോളെ. കാരണം ഈ വീട്ടിലെല്ലാവരും എന്റെ ജീവനാണ്. പക്ഷെ ഒരു കാര്യം എനിക്കറിയാം, അധികം താമസിയാതെ ഞാൻ ഈ ലോകത്തുനിന്നും വിടവാങ്ങും. അതിനുശേഷം ആർക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല, അതറിയാം. ആന്റി ദയവ് ചെയ്ത് ഇങ്ങനെ സംസാരിക്കല്ലേ പ്ലീസ്. ആന്റി എന്തായാലും ഞങ്ങൾ ഒറ്റയ്ക്കാക്കിയിട്ട് പോവില്ല. അവൻ എന്താ പറ്റിയത്? സ്പോർട്സ്മാൻ എന്നല്ലേ പറഞ്ഞേ? രാവിലെ ഒന്ന് എഴുന്നേക്കുന്ന ശീലമില്ലേ? അച്ഛാ, അങ്ങനെ ദിവസവും രാവിലെ എഴുന്നേറ്റ് ട്രെയിനിങ്ങിന് പോവും. ഹീസ് ആൻ ഏർലി റൈസർ. സൺഡേ ആയതുകൊണ്ട് മാത്രം അങ്ങനെ അവൈലബിൾ ആയിരിക്കുന്നത്. അല്ലെങ്കിൽ അവനെ പിടികിട്ടാൻ പാടാ. ആ ദേ എത്തിയല്ലോ. കണ്ടില്ലേ, 9 മണിയാവാൻ 2 മിനിറ്റ് മുമ്പേ എത്തി. വേണമെങ്കിൽ സമയം ചെക്ക് ചെയ്തോ. ഹലോ സർ. ഇറ്റ്സ് ഓക്കെ. ഇരിക്കേ. അത് ശരി, ഇപ്പോഴും ആ ട്രഡീഷനൊക്കെ ഉണ്ടോ? അതുള്ളതുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. എപ്പോഴും നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും. അതായത് ഞാൻ എന്താ പറഞ്ഞു വരുന്നെന്ന് വെച്ചാ, ബ്രിട്ടീഷുകാരെ പോലെ ടൈം മെയിൻറ്റെയിൻ ചെയ്യുന്നു, അതുപോലെ ഇന്ത്യൻ കൾച്ചറും ഫോളോ ചെയ്യുന്നു. ഇത് രണ്ടും മെയിൻറ്റെയിൻ ചെയ്യുന്നത് കുറച്ച് ബുദ്ധിമുട്ടല്ലേ? ഇംഗ്ലണ്ടിലെ ഗ്രീൻവിച്ചിലെ ടൈം വെച്ചാണ് നമ്മുടെ വേൾഡിലെ ടൈം സെറ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷെ അതിനു മുമ്പ് തന്നെ നമ്മുടെ നാട്ടിൽ മണിക്കൂറും മിനിറ്റും സെക്കൻഡും ഒക്കെ കണ്ടുപിടിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ സമയത്തിന്റെ വില എന്താണെന്ന് നമുക്ക് നന്നായിട്ട് അറിയാം. ഗ്രേറ്റ് തോട്ട്.
നോക്കുമോളെ, നന്നായിട്ട് നോക്ക്. ഇവനൊരു ഡയമണ്ട് ആണ്, ഡയമണ്ട്. ബൃന്ദേ, നീ എടുത്ത തീരുമാനമുണ്ടല്ലോ, അതിലെനിക്ക് പരിപൂർണ സമ്മതം. നോക്ക്, എന്റെ നമ്പർ സേവ് ചെയ്തേക്ക്. നമുക്ക് പിന്നെ കുറച്ച് പ്രൈവറ്റ് ആയിട്ട് സംസാരിക്കാം. അല്ല, ഒരു മിനിറ്റ്. അച്ഛൻ എന്തിനാ ഇവരോട് പ്രൈവറ്റ് ആയിട്ട് സംസാരിക്കണം എന്ന് പറയുന്നത്? എന്തായാലും ആദ്യം എന്നോട് പറ. അതായത് ഞാൻ എപ്പോഴും ഉണ്ടല്ലോ, ഇംഗ്ലണ്ടുകാരങ്ങ് വലിയ ആൾക്കാരാണെന്നാ കരുതിയേ. അതുകൊണ്ടാ ബിപിൻ ബിഹാരി ചന്ദ്ര എന്നുള്ള എന്റെ പേര് BBC എന്ന് മാറ്റിയത്. പക്ഷെ അത് തെറ്റാ, വീണ്ടും എന്റെ പേര് മാറ്റണം. ആ ബ്രിട്ടീഷ് എന്നുള്ള വിചാരം എന്റെ തലച്ചോറിൽ നിന്ന് മാറ്റിയെടുക്കണം. സർ. ഓ ഫൈൻ, താങ്ക് യു. ശരി, നിങ്ങൾ എന്തെങ്കിലും കഴിച്ചോണ്ടിരിക്കേ, ഞാൻ കുറച്ചു നേരം കോൾ ബ്രിഡ്ജ് കളിച്ചിട്ട് വരാം. ഇവിടെ ചെസ്സും ഉണ്ട്, വേണമെങ്കിൽ അതും കളിക്കാം. ഇന്ത്യൻ ഓറിജിൻ നോർത്ത് ഇന്ത്യയിലെ 6th സെഞ്ചുറിയിൽ കണ്ടുപിടിച്ചു. ഇതിനുശേഷം ഞാൻ കോൾ ബ്രിഡ്ജ് കളിക്കത്തേയില്ല. ഇന്നു മുതൽ ഞാൻ ചെസ്സാണ് കളിക്കാൻ പോകുന്നത്. ശരി, നിങ്ങൾ സംസാരിച്ചോണ്ടിരിക്കേ, ഞാനിപ്പോ വരാം. അച്ഛാ, ബൃന്ദ, നിന്റെ ഡാഡി നീ പറഞ്ഞതിനേക്കാളും ഒരുപാട് സ്വീറ്റ് ആണല്ലോ. ആദ്യത്തെ ചാൻസിൽ എന്നെ പാസ്സായല്ലോ. സോ ബോയ്സ് ആൻഡ് ഗേൾസ്, ദിസ് ഈസ് അവർ ടാർഗറ്റ് ബോർഡ്. ബംഗാൾ നാഷണൽസ് ഒളിമ്പിക്സ് ഏതും ആയിക്കോട്ടെ, ഒരൊറ്റ തിയറിയേ ഉള്ളൂ: പ്രാക്ടീസ് ആൻഡ് മോർ പ്രാക്ടീസ്. നമ്മൾ ഓടിക്കൊണ്ടേയിരിക്കണം, മനസ്സിലായോ? കടക 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 കടക, കൈ അടിച്ചുകൊണ്ടിരിക്കണം. പിന്നൊരു കാര്യം, നിങ്ങളുടെ 2 കൈകളിലും 25 കിലോ ഭാരം ഉണ്ടെന്ന് കരുതുക. അപ്പോഴും നിങ്ങൾ നീന്തണം. ഇറ്റ്സ് ഓൾ അബൌട്ട് സ്റ്റാമിന ഗൈസ്. നല്ല സ്റ്റാമിന ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ജയിക്കാം. സ്വിമ്മിംഗ് ഒരു ഫൈറ്റ് പോലെയാണ്. പേടിയോട് നമ്മൾ ഫൈറ്റ് ചെയ്യണം. തോറ്റുപോകുന്നുള്ള പേടിയോട് ഫൈറ്റ് ചെയ്യണം. മെഡലിനെ പറ്റി ഓർത്ത് നിങ്ങളിപ്പോൾ വിഷമിക്കേണ്ട കാര്യമില്ല. എങ്ങനെ സർവൈവ് ചെയ്യണമെന്ന് മാത്രം ആലോചിക്കാം. എനിവേ, 100 meters ഫ്രീ സ്റ്റൈൽ സ്വിമ്മിംഗ്. പോൾ, ആർ യു റെഡി? യെസ് സർ. ബട്ടർഫ്ലൈ ബ്രസ്റ്റ് സ്ട്രോക്ക്. സോറ, ഷരഞ്ജിത്ത്, ആദി റെഡി? Yes, sir. ഗുഡ്. ബാക്കിയെല്ലാം വിട്ടേക്ക്. ആദ്യം നിങ്ങൾ സ്വയം പ്രൂവ് ചെയ്യണം. നിങ്ങൾ കാരണമാണ് ഞാൻ ഫൈനൽ ലിസ്റ്റ് പോസ്റ്റ്പോൺ ചെയ്തിരിക്കുന്നത്. ഇവിടെ ക്ലബ് കമ്മിറ്റി അല്ലേ ഫൈനൽ ലിസ്റ്റ് തയ്യാറാക്കുന്നത്? കോച്ച് മാനേജ്മെന്റിനോട് ഒരു കാര്യം ഡിസ്കസ് ചെയ്യാറില്ലേ? അയ്യോ, ഞാൻ അങ്ങനെയൊന്നല്ല ഉദ്ദേശിച്ചത്. ഞാൻ എല്ലാവരെയും മോട്ടിവേറ്റ് ചെയ്യായിരുന്നു. ഇതാ നോക്ക്, ഞാനൊരു കാര്യം പറയാം. എൻ്റെ അടുത്ത് ജോലിക്ക് വേണ്ടി ധാരാളം കോച്ചസിൻ്റെ ആപ്ലിക്കേഷൻ വന്നുകൊണ്ടിരിക്കുക. ഇവരെല്ലാവരും ഓരോ രീതിയിലും കഴിവ് തെളിയിച്ചവരാണ്. ഇവരൊന്നും ഒരു സാധാരണ കോമ്പറ്റീഷനിലൊന്നും ജയിച്ചു വന്നവരല്ല. എല്ലാവരും റെക്കഗ്നൈസ്ഡ് കോമ്പറ്റീഷനിൽ ജയിച്ചവരാ. സാർ എന്തൊക്കെയായി പറയുന്നത്? ഞാൻ ഓക്കെ അല്ലെങ്കിൽ എന്നോടത് പറഞ്ഞൂടെ? അങ്ങനെയാണെങ്കിൽ ഞാൻ ഇവിടുന്ന് ഒഴിഞ്ഞു പോയേക്കാം. ഇതാ നോക്ക്, നിന്നെ പോലെ എനിക്ക് രാഷ്ട്രീയം കളിക്കാൻ അറിയില്ല. എന്താ മനസ്സിലായോ? ചില മെമ്പേഴ്സിനെ നീ നന്നായിട്ട് മാനിപ്പുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് അവരെല്ലാവരും നിന്നെ വിശ്വസിക്കുന്നുമുണ്ട്. അതുകൊണ്ട് നിന്റെ ഇഷ്ടത്തിന് നീ ഇവിടെ കളിച്ചോണ്ടിരിക്കുമല്ലേ? ഒരു എമർജൻസി മീറ്റിംഗ് ഉണ്ടെങ്കിൽ പോലും നീ ഇങ്ങോട്ട് വരില്ലല്ലോ. സോണൽ കോമ്പറ്റീറ്ററുടെ പേര് പോലും നീ റിജക്ട് ചെയ്തു. നിന്റെ ഇഷ്ടത്തിന് പ്ലേയേഴ്സിന്റെ പേരെല്ലാം നീ മാറ്റിക്കൊണ്ടിരിക്കുക. എന്റെ ഏതെങ്കിലും ഒരു റെക്കമെൻഡേഷൻ നീ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടോ? പറ. ചെയ്തിട്ടില്ലല്ലോ. നീ നിന്നെപ്പറ്റി എന്താ കരുതിയിരിക്കുന്നേ? നീ വെള്ളത്തിലല്ല നീന്തുന്നത്, നീ കാറ്റിലാണ് നീന്തുന്നത്. സാർ എന്തോ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. ഫ്ലോട്ടേഴ്സ് ആവണമെങ്കിൽ അതിന് ബേസിക് ആയിട്ട് കുറച്ച് ക്രൈറ്റീരിയകളുണ്ട്. പക്ഷെ അവർക്കതൊന്നും ഇല്ലെന്നുള്ളതാണ് സത്യം. പിന്നെ ഡൊണേഷന് വേണ്ടി എനിക്ക് ടാലന്റ് ഒന്നും കണ്ടില്ലെന്ന് നടിക്കാൻ പറ്റില്ല. നന്നായിട്ടൊന്ന് ആലോചിക്ക്. ഈ സീസൺ തീരുന്നതിന് മുമ്പ് അഭിപ്രായം പറയണം. നീയേ ഇവരെ പറ്റിയൊക്കെ ആലോചിച്ചാലേ നിന്റെ കുടുംബം, പിന്നെ നിന്റെ അമ്മയുടെ സർജറി, പിന്നെ സഹോദരിയുടെ സംരക്ഷണം, അതെല്ലാം മുകളിൽ ആകാശത്തുള്ള ദൈവം ഒന്നും ചെയ്യില്ലല്ലോ. ഒരു കാര്യം എനിക്കറിയാം, നിങ്ങളില്ലെങ്കിൽ എനിക്ക് എൻ്റെ അമ്മയുടെ ചികിത്സയ്ക്ക് പണം കണ്ടെത്താൻ സാധിക്കില്ല. എൻ്റെ അനിയത്തി നല്ല സ്കൂളിൽ പഠിപ്പിക്കാനും പറ്റില്ല. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ജോലിക്കും ലക്ഷ്യത്തിനും നിരക്കാത്ത കാര്യങ്ങളൊന്നും എനിക്ക് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ടേബിളിൽ ഒരുപാട് ആപ്ലിക്കേഷൻസ് കാണുമായിരിക്കും. പക്ഷെ എൻ്റെ അടുത്ത് ഒരുപാട് ടാലൻറ്റഡ് ആയിട്ടുള്ള സ്വിമ്മേഴ്സ് ഉണ്ട്. ഇവിടെ യുദ്ധം കാറ്റുമായിട്ടല്ല, വെള്ളവുമായിട്ടാണ്. വെള്ളത്തിനകത്ത് മുതലയുണ്ടെന്ന് പറഞ്ഞു തന്നെ ഞാൻ അവരെ ട്രെയിൻ ചെയ്യിപ്പിച്ചത്. അപ്പോൾ ഉറപ്പായിട്ട് അവർ പോരാടും, ജയിക്കുകയും ചെയ്യും. ഇത് നീന്തലാണ് സാർ, നെഞ്ചുറപ്പം വേണം. ശരിയല്ലേ സാർ? കമോൺ ബോയ്സ്, ലെറ്റ്സ് മൂവ്. കമോൺ കമോൺ. എടാ വിനായ്, എന്താട്ടാ? ഇവന്റെ ആ ചിറ്റപ്പൻ എപ്പോഴാ വരുന്നത്? ഏയ്, രാവിലെ തൊട്ട് വിളിയൊന്നും കണ്ടില്ലല്ലോ. ഇന്നെന്റെ ബർത്ത്ഡേ ആണെന്ന് മറന്നോ നീ? എന്തോന്നേട്ടാ ഈ പറയുന്നത്? നിങ്ങളുടെ ബർത്ത്ഡേ ഞാൻ മറക്കുവോ? കൗൺസിലറിന് MLA എല്ലാത്തിനും കാരണക്കാരൻ നിങ്ങളല്ലേ. ഫണ്ട്സ് മൊത്തം കളക്ട് ചെയ്തിട്ടേ ഡോളറായിട്ട് അങ്ങ് അയച്ചേക്കാം. ആ, ഇതാണ് നിന്റെ അടുത്തുള്ള വലിയ പ്രശ്നം.
മര്യാദയ്ക്ക് പോയി നിന്റെ പണി നോക്ക്. എന്താ ഏട്ടാ? ഞാൻ എന്താ ചെയ്തത്? ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേക്ക്. നീ സംസാരിച്ചു തീർക്കോ വരട്ടി തീർക്കോ, എനിക്ക് ആ വീട് എന്തായാലും വേണം. നിനക്കെല്ലാം അറിയാലോ, നിന്റെ അടുത്ത് പവറും ഉണ്ടല്ലോ. എന്തുകൊണ്ടാ നീ ഇതുവരെ ഒന്നും ചെയ്യാതെ ഇരിക്കുന്നേ? 10 ദിവസം കഴിഞ്ഞ് ഞാൻ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഹോസ്പിറ്റലിലെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ അങ്ങ് എത്തിയേക്കാം. അപ്പൊ നീ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന്റെ കൂടെ അവിടെ കാണണം കേട്ടോ. ഇപ്രാവശ്യം കൺട്രോള് നമ്മുടെ കയ്യിലില്ലെങ്കിൽ കളി മൊത്തം പിടിവിട്ടു പോവും. ബൈ. ഇയാൾക്കൊരു മാറ്റവും ഇല്ലല്ലോ. ഫേക്ക് ഡോക്യുമെന്റ് വെച്ച് ആ വീട് എങ്ങനെങ്കിലും സ്വന്തമാക്കാൻ നോക്കുക. ഒപ്പം തന്നെ അഹങ്കാരവും. അവന്റെ ജീവിതം ഞാൻ നശിപ്പിക്കാതെ വെറുതെ വിടില്ല. അല്ലെങ്കിൽ എന്റെ പേര് അർണാബ് റായ് എന്നല്ല. Arriving Kolkata next week. Please talk to sister-in-law. Ending matters needs to be solved this time. Whatever things we need to settle, please clear. Uncle. അദ്ദേഹം എന്നോടും ഫോണിൽ സംസാരിച്ചിരുന്നു. എപ്പോ? എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ. അങ്ങേര് എന്താ പറഞ്ഞേ? വേറെന്തു പറയാനാ, അതേ കാര്യം തന്നെ. എൻ്റെ അച്ഛൻ്റെ ഓർമ്മകളെ എന്നിൽ നിന്നും അകറ്റാൻ പാടില്ലെന്ന്, എന്താവശ്യമുണ്ടെങ്കിലും മടിക്കാതെ ചോദിക്കണമെന്ന്, വേഗം തീരുമാനം എടുക്കണം, അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞു. സത്യം പറഞ്ഞ അദ്ദേഹത്തിന് ഈ വീട് വേണം മോനെ. മുത്തശ്ശൻ എന്താ എഗ്രിമെന്റ് സൈൻ ചെയ്തെന്നുള്ള കാര്യം ഞാൻ കുട്ടിക്കാലം മുതലേ കേൾക്കുന്നുണ്ട്. അപ്പൊ പിന്നെ അങ്ങേരെന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത്? അമ്മേ, ഞാനൊരു കാര്യം പറയട്ടെ. നമുക്ക് ബൃന്ദയുടെ അച്ഛനായിട്ടും സംസാരിച്ചാലോ? ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിയമം അറിയാവുന്ന ആളായിട്ട് സംസാരിക്കുന്നത് നല്ലതല്ലേ? നിന്റെ മുത്തശ്ശൻ ആരാന്ന് നിനക്കറിയോ? അദ്ദേഹം ഉള്ളിടത്തോളം കാലം എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും ഇവിടെ. പക്ഷെ അദ്ദേഹം അമേരിക്കയിൽ പോയ ശേഷം നമ്മളോട് വളരെ സ്നേഹത്തോടെ പെരുമാറിയത്. പിന്നെ വയ്യാതിരുന്നപ്പോൾ അദ്ദേഹം പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, അതായത് ഗോപു നിനക്ക് ഫോൺ ചെയ്യും, അല്ലെങ്കിൽ നേരിട്ട് അവിടെ വരുമെന്ന്. കാരണം ഞങ്ങളുടെ സാമ്പത്തിക സ്ഥിതി മോശമായിരുന്നു. അതുകൊണ്ട് ഈ വീട് പണയപ്പെടുത്തല്ലാതെ വേറെ ഒരു വഴിയില്ലാന്ന് പറഞ്ഞു. അതുകൊണ്ടാ നിന്റെ മുത്തശ്ശൻ നിന്റെ അച്ഛന്റെ പേർക്ക് ഇത് എഴുതി വെച്ച് അത് പണയപ്പെടുത്തിയത്. അച്ഛനെല്ലാ ലോണും അടച്ചതല്ലേ, പിന്നെന്താ? കാര്യം അതല്ല മോനെ. അദ്ദേഹത്തിന്റെ അടുത്ത സുഹൃത്തുക്കൾക്കെല്ലാം കാറും ബംഗ്ലാവും ബിസിനസ്സും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നിന്റെ അച്ഛനും ഒന്നുമില്ല. അത് അദ്ദേഹത്തിന് സഹിക്കാൻ പറ്റിയില്ല. അദ്ദേഹത്തിന് ഹാർട്ട് അറ്റാക്ക് വന്ന സമയത്ത് ഗോപുവിനെ ഒരുപാട് പ്രാവശ്യം വിളിച്ചിരുന്നു. കുറച്ചെങ്കിലും പണം അയക്കാൻ കേണപേക്ഷിച്ചു. പക്ഷെ അവൻ അയച്ചില്ല. ഞാൻ നിന്നോടൊരു പ്രധാന കാര്യം പറഞ്ഞില്ല. ആ സമയത്ത് നീ ഞങ്ങളോടൊപ്പം അല്ലാതെ പൂനെയിൽ പഠിച്ചോണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് അവൻ ഇവിടെ വന്ന് എന്റെ അടുത്തു നിന്നും വെള്ള പേപ്പറിൽ ഒപ്പിട്ട് വാങ്ങിച്ചു. എന്നിട്ട് അവൻ പറഞ്ഞു, ഏട്ടത്തി, ഞാൻ നിങ്ങൾക്ക് പാസ്പോർട്ട് റെഡിയാക്കാം, വിസ റെഡിയാക്കാം, നിങ്ങളെ സർജറിക്ക് ഫോറിനിൽ കൊണ്ടുപോകാം. ഞാൻ എപ്പ ചോദിച്ചാലും ഇതാ പറയാ. അതെന്താന്ന് വെച്ചാ NOC, പവർ ഓഫ് അറ്റോർണി, ഇതുപോലുള്ള വാക്കുകളാ പറയാ. അതെന്താന്ന് എനിക്കറിയില്ല. അമ്മ എന്താ ഇതൊന്നും എന്നോട് പറയാതിരുന്നേ? അമ്മ, എനിക്ക് ഈ കോൺസ്പിറസിയെ കുറിച്ച് ഒന്നും അറിയില്ല. ഡാ നോക്ക്, നിനക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയില്ല. ഈ വീട് കൈക്കലാക്കണോന്ന് നിന്റെ ചിറ്റപ്പൻ മാത്രമല്ല ആഗ്രഹിച്ചിരുന്നത്, ഈ നാട്ടിൽ ഒരുപാട് പേര് ആഗ്രഹിച്ചിരുന്നു. ഇങ്ങോട്ട് നോക്കിയേ ചേച്ചി, ചേട്ടൻ എല്ലാം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഇതൊക്കെ സമ്മതിച്ചേ പറ്റൂ. ചേട്ടനോ? അതാരാ? ചേച്ചി, ഈ നാടിനൊരു ചേട്ടനേ ഉള്ളൂ. സിമ്പിൾ ആയിട്ട് പറയണെങ്കിൽ ആർണബ് ദത്തയാണ് ഈ നാട്ടുകാരുടെ ചേട്ടൻ, നമ്മുടെ MLA. ഓഹോ, ഞാൻ വേണമെങ്കിൽ അദ്ദേഹത്തിന് വേണ്ടി വോട്ട് ചെയ്യാം. ഇപ്പോ ഇലക്ഷന്റെ സമയമൊന്നും അല്ലല്ല, അതിനല്ല ചേച്ചി, ഞാനിവിടെ വോട്ട് ചോദിക്കാനല്ല വന്നേ. നിങ്ങൾ ഒന്നിനെ പറ്റിയും വിഷമിക്കണ്ട, ചേട്ടൻ നിങ്ങളെ എല്ലാ കാര്യവും ശരിയാക്കിയേക്കും. അപ്പൊ നിങ്ങൾ എന്തിനാ ഇവിടെ വന്നത്, അത് പറ. ചേച്ചി, മിസ്റ്റർ ഗോപു ഉണ്ടല്ലോ, അതായത് നിങ്ങളുടെ ഹസ്ബൻഡിന്റെ അനിയൻ, അവൻ ആളത്ര ശരിയല്ല. അമേരിക്കയ്ക്ക് പോകുന്നതിന് മുമ്പേ എൻ്റെ അടുത്ത് പലവട്ടം പറഞ്ഞതായിരുന്നു, ഇങ്ങോട്ട് നോക്കിയേ, തീർച്ചയായിട്ടും എല്ലാ കാര്യവും നീ തന്നെ നോക്കണമെന്ന്. ഈ വീട് വളരെ വലുതല്ലേ, അതുകൊണ്ട് ഇത് നിങ്ങൾക്ക് നോക്കാൻ വളരെ കഷ്ടമായിരിക്കുമെന്നേ. അതുകൊണ്ട് ഈ വീട് അങ്ങോട്ട് ഇടിച്ചിട്ട് ഒരു 5 ഫ്ലോറിലുള്ള ബിൽഡിംഗ് അങ്ങോട്ട് കെട്ടിയേക്കാം. എന്താ? അപ്പൊ മൊത്തം 5 ടവറിൽ 3 ഫ്ലാറ്റ് വീതം വരും. എന്ന് വെച്ചാ മൊത്തത്തിൽ 45 ഫ്ലാറ്റോളം വരും. ഇതിന് അദ്ദേഹം ഓക്കെ പറഞ്ഞു. നിങ്ങൾ സമ്മതിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് രാജ്പൂരിലോ അല്ലെങ്കിൽ സോനാർപൂരിലോ ഒരു നല്ല ഫ്ലാറ്റ് മേടിച്ചു തരാന്നേ. വെറും ഫ്ലാറ്റ് മാത്രമല്ല, സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ നിങ്ങളുടെ ട്രീറ്റ്മെന്റും നടത്താം. ഇതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ പ്ലാൻ. ബീനെ, താഴെ പോയിട്ടേ ആ വാതിലങ്ങ് തുറന്നിട്ടേക്ക്. ഇവർക്ക് പോവാൻ സമയമായി. സത്യം
സത്യം പറഞ്ഞ നിന്റെ മുത്തശ്ശൻ അച്ഛന്റെ പേരിൽ സ്വത്ത് എഴുതി വെച്ചതുകൊണ്ട് ഇവരെല്ലാം നമ്മളോട് പകരം വീട്ടാൻ വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ് മോനെ. പക്ഷെ നിന്റെ അച്ഛൻ മാത്രമേ ഇവിടെ കുടുംബത്തോടൊപ്പം ജീവിക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നുള്ളൂ മോനെ. ചികിത്സിക്കാം എന്നൊക്കെ അവര് പറഞ്ഞത് വെറും കള്ള. നിനക്കൊരു കാര്യം അറിയോ? നിന്റെ മുത്തശ്ശന്റെ അവസാന ആഗ്രഹം എന്തായിരുന്നെന്ന്? ഈ വീട് വിൽക്കണമെന്നായിരുന്നു. എന്നിട്ട് എങ്ങോട്ടെങ്കിലും പോണെന്ന്. പക്ഷെ നിന്റെ അച്ഛൻ സമ്മതിച്ചില്ല. അത് പറ്റില്ലെന്ന് പറഞ്ഞു. അദ്ദേഹം എന്താ പറഞ്ഞെന്നറിയോ? എല്ലാം ഞാൻ നോക്കിക്കോളാം, പണയം ഞാൻ തിരിച്ചെടുത്തോളാം, വീട് പുതുക്കി പണിയാന്നും പറഞ്ഞു. നിന്റെ അച്ഛന്റെ ഓർമ്മയുള്ളത് കൊണ്ടാ ഞാൻ ഇവിടെ ജീവിക്കുന്നത്. ഈ വീടൊരു കണ്ണാടി പോലെയാ. അങ്ങനെയുള്ളപ്പോ ഈ കണ്ണാടി ഞാൻ തന്നെ തകർത്ത് കളയോ? എന്താവോ എന്തോ. അതൊന്നും സാരമില്ല അമ്മേ. ഈ വീട് എപ്പോഴും നമ്മുടേതായിരിക്കും. അമ്മയുടെയും അച്ഛൻ്റെയും പിന്നെ അനുവിൻ്റെയും. ഞാൻ മനോനിക്കേതനിലേക്ക് വന്നിട്ട് ഒരുപാട് ദിവസങ്ങളായി. ആക്ച്വലി ഞാൻ ഒരുപാട് സ്പെഷ്യൽ ചിൽഡ്രനായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ജോബ് എനിക്ക് വളരെ സ്പെഷ്യലാ. വേണമെങ്കിൽ എനിക്ക് വേറെ വല്ല പ്രൊഫഷനിലും ജോയിൻ ചെയ്തിട്ട് പോകാമായിരുന്നു. പക്ഷെ സത്യം പറഞ്ഞ രേഖ ചേച്ചി പറഞ്ഞുകൊണ്ട് മാത്രമോ ഞാൻ ഈ മനോനിക്കേതനിൽ ജോയിൻ ചെയ്തത്. നിങ്ങളും അത് തന്നെ ചെയ്യുന്നു ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് ഞാനിപ്പോൾ ഒരു പ്രസന്റേഷൻ കാണിച്ചു തരാം. മറ്റുള്ള ജോലി പോലെ നമ്മുടെ ജോലി അത്ര എളുപ്പമുള്ളതൊന്നുമല്ല. നമ്മൾ ഓരോ ദിവസവും പുതിയ പുതിയ കാര്യങ്ങളെക്കുറിച്ചും പുതിയ ഐഡിയാസിനെ കുറിച്ചും ചിന്തിക്കണം. എങ്കിലേ നമുക്ക് സ്റ്റുഡൻസിന്റെ വിശ്വാസം പിടിച്ചു പറ്റാനാവൂ. മുംബൈയിലുള്ളതാണ് SAI എന്ന് വെച്ചാൽ സപ്പോർട്ട് ഓഫ് ഓട്ടിസം ഇൻഡിവിജ്വൽ. ഇതിനെക്കുറിച്ച് ഞാനൊരു പേപ്പറിൽ വായിച്ചിട്ടുണ്ട്. ആ കഥ ഒരമ്മയും മകനെയും പറ്റിയാണ്. അതായത് ഓട്ടിസം ബാധിച്ച ഒരു കുട്ടിയാണിത്. അതുകൊണ്ട് അമ്മ തന്റെ മകന് വേണ്ടി ആ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ജോയിൻ ചെയ്യുന്നു. ജോയിൻ ചെയ്തതിനു ശേഷം തന്റെ മകന് മാത്രമല്ല അവിടെയുള്ള ഒരുപാട് കുട്ടികളെ അവർ നോക്കാൻ തുടങ്ങി. എല്ലാവരെയും സ്വന്തം മക്കളെ പോലെ നോക്കി. ഇത് ഞാൻ എന്തുകൊണ്ടാ നിങ്ങളോട് പറയുന്നതെന്നറിയോ? നമ്മൾ ടീച്ചേഴ്സ് മാത്രമല്ല, അമ്മമാരും കൂടിയാണ്. മേഡം, നമ്മുടെ അനുമോള് പടിയിന്ന് താഴെ വീണു. കുറച്ച് പരിക്കുണ്ട്. മേഡം ഒന്ന് വന്നേ. പേടിക്കണ്ട മോളെ, പേടിക്കണ്ട. ഒന്നുമില്ല, ഒന്നും സംഭവിച്ചിട്ടില്ല. ഒന്നുമില്ല, പേടിക്കണ്ട. മാഡം പേടിക്കണ്ട, കുഴപ്പമൊന്നുമില്ല, ഒന്നും സംഭവിച്ചിട്ടില്ല. ബഹളം വെക്കില്ല, നീ ഒന്ന് സമാധാനിക്ക്. പേടിക്കില്ലേ മോളെ, ഞങ്ങൾ എല്ലാവരും കൂടെയല്ലേ. ചേട്ടാ, ഇവിടെ കാറുണ്ടോ? കാറ്, ഓട്ടോ, ടാക്സി? ഒന്ന് പെട്ടെന്ന് ഒന്ന് വിളിച്ചോണ്ട് വരുമോ? വിളിച്ചോണ്ട് വരാം. നമുക്ക് ഉടനെ തന്നെ ഡോക്ടറെ കാണാട്ടോ. അവിടെ പോയി കഴിഞ്ഞാൽ എല്ലാം ശരിയായിക്കോളും. പതുക്കെ എഴുന്നേക്ക്, സൂക്ഷിച്ച്. അങ്ങനെ തന്നെ. ബ്രീത്തിങ് ഗൈസ്, പ്രോപ്പർ ആയിട്ട് ബ്രീത്ത് ചെയ്യ്. അപ്പോഴേ നമുക്ക് ജയിക്കാൻ പറ്റൂ. കമോൺ കമോൺ, യു നീഡ് ടു ബ്രീത്ത് ഓൾസോ. അങ്ങനെ തന്നെ കമോൺ. ഗുഡ്, ലവ്ലി. സൂപ്പർ. നീ വളരെ ധൈര്യമുള്ള പെൺകുട്ടിയാണല്ലോ. ഇത് വേഗം തന്നെ ശരിയായിക്കോളും കേട്ടോ. നീ ഒന്നും കൊണ്ടും പേടിക്കണ്ട. വെരി ഗുഡ്. ഇതാ കഴിഞ്ഞു. അല്ല ഡോക്ടർ, ഇവക്ക് കാര്യമായിട്ടൊന്നും പറ്റിയില്ലല്ലോ. TT എടുക്കേണ്ട ആവശ്യം വരുമോ? അതിന്റെ ഒന്നും ആവശ്യമില്ല. ഇത് ചെറിയൊരു പരിക്കല്ലേ. അവൾക്ക് ഭാഗ്യമുള്ളോണ്ടാ തല പോയി ഇടിക്കാഞ്ഞ്. അവളെ ഇപ്പൊ തന്നെ വീട്ടിലേക്ക് വിളിച്ചോണ്ട് പോവാം. താങ്ക് യു സോ മച്ച് ഡോക്ടർ. പതുക്കെ പതുക്കെ പതുക്കെ. അങ്ങനെ. ഏട്ടനോട് ഞാൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. വന്നോണ്ടിരിക്കുക, ഇപ്പൊ എത്തിക്കോളും. എന്തുപറ്റി ഹനു? എന്തുപറ്റി? കുഴപ്പമൊന്നുമില്ലല്ലോ. ശ്രദ്ധിച്ച് നടക്കണമെന്ന് ഞാൻ നിന്നോട് എപ്പോഴും പറയാറുള്ളതല്ലേ. എന്തിനാ അവളിങ്ങനെ വഴക്ക് പറയുന്നേ? ഇവക്കൊന്നും പറ്റിയിട്ടില്ല. പെട്ടെന്നല്ല ശരിയാവും. ചെറിയ മുറിവല്ലേ ഉള്ളൂ. നമ്മുടെ ഈ അനു ഉണ്ടല്ലോ, അവക്കിപ്പൊ ഇത്തിരി വാശി കൂടുതലാ. ഇപ്പൊ ഇടയ്ക്കിടയ്ക്ക് ഈ പടിക്കെട്ട് വെറുതെ കയറി ഇറങ്ങുക. ഞാൻ പറയുന്നതൊന്നും തീരെ അനുസരിക്കില്ല. ഈ പ്രായത്തിലുള്ള കുട്ടികൾക്ക് ഇച്ചിരി വാശിയൊക്കെ വേണം ആന്റി. ഞാൻ എപ്പോഴും ഇവളുടെ കൂടെ തന്നെ ഉണ്ടാവാറുള്ളതാ. ഇന്ന് ഓഫീസിലൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു, അതുകൊണ്ട് നോക്കാൻ പറ്റിയില്ല. അവിടെ ഒരു സ്ത്രീയെ ജോലിക്ക് നിർത്തിയിട്ടുണ്ട്. അവരാണെങ്കിൽ എപ്പോ നോക്കിയാലും ഫോണിൽ തന്നെയാ. പെങ്കൊച്ചിനെ നോക്കുക എന്ന് പറഞ്ഞാൽ വലിയ കാര്യ. അതും നിന്നെ പോലുള്ളൊരു പണക്കാരി പെണ്ണ്. നിന്റെ അച്ഛൻ ഇത്രയും വലിയ ധനികനായിരുന്നിട്ടും കൂടി എങ്ങനെയാ മോളെ ഇതുപോലുള്ള അവസ്ഥയൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്നത്? ഇതില് മനസ്സിലാക്കാൻ എന്താ ഉള്ളേ? ഞാൻ ജനിച്ചപ്പോ തൊട്ട് എന്റെ അച്ഛനല്ലേ കൂടെയുള്ളേ. അച്ഛനാണ് ഏതൊരു കാര്യത്തിനും എന്റെ കൂടെ തന്നെ നിൽക്കുക. ആന്റിക്ക് ഒരു കാര്യം അറിയോ? അമ്മ എന്നെ മടിക്ക് എടുത്തുമ്പോ ഞാൻ ഭയങ്കരമായിട്ട് അലറി കരയാറുണ്ടായിരുന്നു. ചിലപ്പോ അതുകൊണ്ടായിരിക്കും അമ്മ എന്നെ നേരത്തെ ഒറ്റയ്ക്കാക്കിയിട്ട് പോയത്. അതിനുശേഷം ഞാൻ മനോനിക്കേതനിലെ ഒരു അമ്മയായി മാറി. അതിനുശേഷം നിങ്ങൾ എല്ലാവരും എന്നെ സ്നേഹിക്കാനും തുടങ്ങി. എനിക്കൊരു കുടുംബവും കിട്ടി. അനു, കഴിക്കേ.
കൊള്ളാലോ. ഏട്ടാ ഏട്ടാന്ന് വിളിച്ച ആളെ ഇപ്പതേ ബൃന്ദാന്ന് വിളിക്കുന്നേ. എന്താടാ നിനക്ക് അസൂയ തോന്നുന്നുണ്ടോ? മോളെ ബൃന്ദേ, ഇവനും കുറച്ച് വാരിക്കൊടുത്തു. അമ്മേ എന്തിനാ മോനെ നാണിക്കുന്ന്? ഞാനിനിയും എത്ര നാളെന്ന് വെച്ചാ ഉണ്ടാവുക? നിങ്ങളെല്ലാം വിട്ടിട്ട് എനിക്ക് പോവേണ്ടി വരില്ലേ? അന്നു മുതൽ ബൃന്ദയല്ലേ നിങ്ങളെയൊക്കെ നോക്കേണ്ടത്, അമ്മേ. അല്ലേ മോളെ? ആരാന്നാ ചോദിച്ചേ? എന്താ മിണ്ടാത്ത? ആരായാലും മര്യാദയ്ക്ക് മറുപടി പറഞ്ഞോ. ഇവരുണ്ടല്ലോ പേടിത്തൊണ്ടന്മാരാ. നമ്മള് പേടിക്കുന്ന അവര് വിചാരിക്കുന്നു. ഇങ്ങോട്ട് ഇറങ്ങി വാടാ. എനിക്ക് ജീവനുള്ളിടത്തോളം കാലം ഈ വീട് വിൽക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഞാൻ സമ്മതിക്കില്ല എന്നാ പറഞ്ഞത്. ഒരിക്കലും സമ്മതിക്കില്ല. വിവരം അറിയിക്കും. വീടിന്റെ കണ്ണാടി ആരോ പൊട്ടിച്ചു അല്ലേ? അതിരിക്കട്ടെ, ഈ വീടിന്റെ കേസിന്റെ ആംഗിൾ ഞാൻ എങ്ങനെയാ എടുക്കേണ്ടത്? കണ്ണാടി പൊട്ടിച്ചതായിട്ട് എടുക്കണോ അതോ? പക്ഷെ അങ്ങനെ എടുത്താൽ ഈ കേസ് സെക്ഷൻ 509 വരുന്നേ. ആക്രമിക്കാൻ ശ്രമിച്ചാൽ സെക്ഷൻ 324. അഥവാ അറ്റംപ്റ്റ് ടു മർഡർ ആണെങ്കിൽ 307 വരും. മർഡറിന്റെ സെക്ഷൻ നിങ്ങൾക്ക് അറിയാമല്ലോ, അത് 302. ഇപ്പൊ നിങ്ങൾ തന്നെ പറ, നിങ്ങൾക്ക് എന്ത് സെക്ഷൻ സൂട്ടാവുമെന്ന്? നിങ്ങൾക്ക് റൂൾസ് ഒന്നും അറിയില്ലേ? എന്തിനാ രക്ഷപ്പെടാൻ നോക്കുന്നത്? FIR ഫയൽ ചെയ്തിട്ട് ഇൻവെസ്റ്റിഗേഷൻ അങ്ങ് ആരംഭിച്ചു. കൊള്ളാമല്ലോ, നിങ്ങളൊരു ലോയർ ആയിരിക്കും അല്ലേ? അല്ലെങ്കിൽ ഒരു എക്സ് ലോയർ? എനിക്കൊരു കാര്യം പറഞ്ഞേ, എപ്പോഴും ഈ ലോയർമാരെ ഞങ്ങളെ അങ്ങോട്ട് ഭരിക്കാൻ തുടങ്ങി എങ്ങനെയാ? കൂടാതെ ജേർണലിസ്റ്റുകളും വന്ന് ഇപ്പൊ ഇവരും ദിവസം ഞങ്ങളുടെ പിന്നാലെയാ. സർ, ഇതൊരു സീരിയസ് ഇഷ്യൂ ആണ്. നിങ്ങൾ പറയുന്ന കേട്ട തോന്നും വല്ല പിള്ളേര് ക്രിക്കറ്റും കളിച്ച് ഗ്ലാസ് പൊട്ടിച്ചതാന്ന്. ഞങ്ങൾ നടന്ന കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞതല്ലേ. സസ്പെക്ട് ആരാന്നും പറഞ്ഞു കഴിഞ്ഞു, എന്നിട്ട് നിങ്ങൾ തമാശ പറയാ? വേറെന്ത് ചെയ്യണം? ഞാൻ പരാതി എഴുതണോ? അതായത് കൗൺസിലർ ആകാശ് പാലും MLA ആർണബ് ബ്രായും ഒരു വലിയ കല്ലിങ്ങോട്ട് എടുത്തോണ്ട് വന്ന് ക്യാൻസർ പേഷ്യന്റ് ആയ അമ്മയുടെ ദേഹത്തേക്ക് വലിച്ചെറിഞ്ഞെന്ന്. എന്നാ കല്ലിന്റെ സ്പോൺസർ ആരായിട്ട് എഴുതാം? അമേരിക്കയിലുള്ള ഇവന്റെ ചിറ്റപ്പൻ ഗോപേഷ് റായ് എന്ന് ഞാൻ അങ്ങോട്ട് എഴുതട്ടെ? സർ, നിങ്ങൾ നിയമത്തേക്കാൾ ഇവിടെയുള്ള പല പേരുകളെയാണ് പേടിക്കുന്നത്. നിങ്ങൾ എന്താണ് FIR ഫയൽ ചെയ്യാത്തത്? ആ പൊട്ടിയ കണ്ണാടി കൊണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും പരിക്ക് പറ്റിയിരുന്നെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യായിരുന്നു? ഇങ്ങ് നോക്കിയാനിയാ, നിങ്ങളുടെ വീട്ടിന്റെ കണ്ണാടിയല്ലേ അവര് പൊട്ടിച്ചത്? അല്ല, നിങ്ങൾ എന്തായി പ്രതീക്ഷിക്കുന്നത്? ഞാൻ വാങ്ങി വെച്ചിട്ടുള്ള ആകെ ഉള്ള എന്റെ 2 ബെഡ്റൂം ഫ്ലാറ്റ് വിട്ടിട്ട് എങ്ങോട്ടെങ്കിലും പോകണമെന്നാണോ? ഒരു പോലീസായ സാറെന്തിനാ എങ്ങനെ പേടിക്കുന്നത്? നിങ്ങൾ ലൈസൻസ് ഉള്ള ഗുണ്ടകളാണോ? പേടിയോ? പേടിയുണ്ടെന്നേ. ഞാനൊരു മിഡിൽ ക്ലാസ് ആയത് കാരണം പേടിക്കുന്നേ. പേടിച്ച് എനിക്കത് ശീലമായി. എന്ത് ചെയ്യാനാ? വീടിന്റെ പുറത്തിറങ്ങുമ്പോ കൂടുതൽ ധൈര്യം കാണിച്ചാലേ പിന്നെ എന്റെ ജീവിതം അങ്ങോട്ട് ഇല്ലാണ്ടാവും. ലോയർ സാറിന് ഇതൊക്കെ മനസ്സിലാവും തോന്നുന്നു. ഞാനൊരു കാര്യം പറയാം, നിങ്ങൾ പറഞ്ഞ പേരൊന്നും എഴുതാൻ പറ്റില്ല. നിങ്ങൾ പറഞ്ഞ പരാതി ഞാൻ അങ്ങോട്ട് എഴുതിക്കോളാം. പിന്നെ വേണമെങ്കിൽ വീട്ടിലോട്ട് വന്ന് ഒരു ചായയും കൂടെ കുടിച്ചേക്കാം. പഞ്ചാര വേണ്ട. എൻ്റെ അടുത്തൊരു കാര്യം പറഞ്ഞേ, നിങ്ങൾ രണ്ടുപേരും കുറേ കാര്യം എൻ്റെ അടുത്ത് പറഞ്ഞതല്ലേ? നിങ്ങൾക്ക് ഞാനൊരു അഡ്വൈസ് തന്നോട്ടെ. ആ അഡ്വൈസ് ചിലപ്പോൾ ജീവിതത്തിനൊക്കെ ഉപകാരപ്പെടും. നിങ്ങൾ എന്തിനാ നിങ്ങളുടെ ചിറ്റപ്പൻ്റെ കൂടെ മത്സരിക്കാൻ നിൽക്കുന്നത്? അദ്ദേഹം വലിയ പുള്ളിയല്ലേ. അതിനൊക്കെ പകരം നിങ്ങൾക്ക് ഇത് സംസാരിച്ച് തീർത്തൂടെ? ഞാനിത് പറഞ്ഞതേ നിങ്ങളുടെ നല്ലതിന് വേണ്ടി തന്നെയാ. ഇതിനെക്കുറിച്ചൊന്ന് ആലോചിക്ക്. അതാണ് നിങ്ങൾക്ക് നല്ലത്. വാ എല്ലാരും വാടാ, വന്ന് ലക്കേജ് എടുക്കടാ. ഞാൻ വരുന്ന കാര്യം MLA അറിയിച്ചു. സാറിപ്പോ വരുന്നേ, മീറ്റിംഗ് ഉള്ള കാരണോ പോയേക്കുന്നത്? ഓ ശരി മനസ്സിലായി. വിഷ്ണു, പേപ്പേഴ്സ് എല്ലാം റെഡിയാണോ? യെസ് സർ. ഞാൻ അതിൽ പറഞ്ഞിരുന്ന കറക്ഷൻസ് എല്ലാം ചെയ്തിട്ടുണ്ടോ? സാറേ, എല്ലാം ശരിയാക്കിയിട്ടുണ്ട്. പക്ഷെ ഒരു പ്രശ്നമുണ്ട്, സൈൻ മാറുന്നു. അതുകൊണ്ട് പെറ്റീഷൻ ഇടാനായിട്ട് ഇച്ചിരി കഷ്ടമാണ്. നിങ്ങൾ പറയുന്ന വിഡിത്തം കേൾക്കാനല്ല ഞാൻ ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത്. എനിക്ക് ഉടനെ തന്നെ ഈ ഡീല് കഴിയണം. യു അണ്ടർസ്റ്റാൻഡ്? ഏതെങ്കിലും ഹാൻഡ് റൈറ്റിംഗ് സ്പെഷ്യലിസ്റ്റ് ഉണ്ടെങ്കിൽ വേഗം വിളിച്ചോണ്ടോ അവരെ. ഫേക്ക് സൈൻ ചെയ്തോ, ഐ ഡോണ്ട് കെയർ. ആവശ്യത്തിൽ കൂടുതൽ ഞാൻ പൈസ തന്നിട്ടുണ്ടല്ലോ നിങ്ങൾക്ക്. ആ പൈസ ചെലവാക്കി വേഗം പണി തീർക്കാൻ നോക്ക്. തീർച്ചയായിട്ടും സാറേ. ഹലോ അർണബ്, ഞാൻ ഇപ്പോഴാ ഹോട്ടലെത്തിയേ. ചേട്ടാ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? ഇതുപോലത്തെ ബോട്ടിൽ ഡ്യൂട്ടി ഫ്രീ ഷോപ്പിൽ എത്ര രൂപയ്ക്ക് കിട്ടും? അതറിഞ്ഞിട്ട് നിനക്കെന്തിനാ? നീ ഒരു രാഷ്ട്രീയക്കാരനല്ലേ, നിന്റെ പിടിപാട് വെച്ച് എല്ലാം ഈസി ആയിട്ട് കിട്ടുമല്ലോ. പിന്നെന്താ? നീ ആഗ്രഹിച്ച ഇവിടെ എന്താ നിനക്ക് കിട്ടാത്ത? അല്ലല്ല, ഞാൻ പറഞ്ഞു വന്നത് അതല്ല. ഇപ്പൊ എല്ലായിടത്തുനിന്നും ഞങ്ങൾക്ക് അങ്ങ് പ്രഷറാ. അർണബ്,
ഒരു 10 ബോട്ടിൽ വിസ്കി വാങ്ങിച്ചോണ്ട് പോവാ, അർണബ് ഒരു 200 പാക്കറ്റ് ബിരിയാണി വാങ്ങിച്ചോണ്ട് പോവാ. അതായത് ഒരു ചെറിയ അമ്പലത്തിലെ ഉത്സവം മുതലേ ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പ് വരെ ഞങ്ങൾക്കാ പ്രഷർ. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. ഇതാ നോക്കിയ വിഷ്ണു, യെസ് സാർ. ഞാൻ പറഞ്ഞതുപോലെ ഡോക്യുമെന്റ്സ് എല്ലാം റെഡിയാക്കിക്കോളൂ. ഓക്കെ സാർ. പിന്നെ നീ എന്തോ പ്ലാനിനെ കുറിച്ച് പറഞ്ഞല്ലോ, അതിനെ കുറിച്ചൊന്ന് തെളിച്ച് പറഞ്ഞേ. ഇതാ നോക്കടോ, എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് പറയണം. അദ്ദേഹം ധാരാളം ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് അദ്ദേഹം പറയുന്നത് കേൾക്കാതിരിക്കാൻ പറ്റില്ല. സാറ് വിഷമിക്കണ്ട. പോലീസ് ഇവിടെ അടുത്തുള്ളവരുടെ അടുത്തൊക്കെ ചോദിച്ച ഒരു നല്ല റിപ്പോർട്ട് റെഡിയാക്കിയിട്ടുണ്ട്. ആ റിപ്പോർട്ട് ഞങ്ങളെ ആകാശിന്റെ ഓഫീസിലോട്ട് അയച്ചു വെച്ചിട്ടുണ്ട്. എന്ത് റിപ്പോർട്ടാ? അതായത് ആ വീട് അപകടം പിടിച്ചതാ. എപ്പോ വേണമെങ്കിലും അത് തകർന്നു വീഴും. അതുകൊണ്ട് ഉടൻ തന്നെ അത് കാലി ചെയ്യണം, അല്ലെങ്കിൽ കോർപ്പറേഷൻകാർ വന്ന് അവരുടെ ജോലി സ്റ്റാർട്ട് ചെയ്യും. ഈ വീട് എപ്പോ വേണമെങ്കിലും ഇടിഞ്ഞു വീഴേക്കാം. കോർപ്പറേഷൻ ആണെങ്കിൽ അറിയിപ്പ് തന്നിട്ടുണ്ട്. എല്ലാരും അതുകൊണ്ട് സൂക്ഷിക്കുക. മുഖർജി സാറേ, ഇതാണ് ആയൻ, ഇയാളുടെ വീടിന്റെ കേസ്. ഈ വീട് നിങ്ങളുടെ അച്ഛന്റെ പേരിൽ തേറി എഴുതിയിരിക്കുന്നതാണ് അല്ലേ? അതെ. ഇതിൽ ചെറിയൊരു പ്രശ്നമുണ്ടല്ലോ. പക്ഷേ നിങ്ങളുടെ ചിറ്റപ്പൻ തന്നിരിക്കുന്ന പേപ്പറുകൾ വെച്ച് നോക്കുമ്പോൾ ഈ വീട് അദ്ദേഹത്തിന്റെ പേരിലാണ് ഉള്ളത്. മാത്രമല്ല നിങ്ങളുടെ അച്ഛനും മുത്തശ്ശനും ഒക്കെ സൈനും ചെയ്തിട്ടുണ്ട്. സാർ, എൻ്റെ പ്രശ്നം എന്താണെന്ന് ഞാൻ പറയാം. അമ്മയ്ക്ക് ആ വീടുമായിട്ട് ഒരുപാട് സെന്റിമെന്റ്സ് ഉണ്ട്. അമ്മ ഒരു ക്യാൻസർ പേഷ്യൻ്റാ. ഇനി എത്ര നാൾ ജീവിച്ചിരിക്കുന്നു അറിയില്ല. അമ്മ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ഈ സെറ്റിൽമെന്റിന് ഉറപ്പായിട്ടും സമ്മതിക്കായിരുന്നു. പക്ഷെ അമ്മാവിൻ്റെ ഫേക്ക് പേപ്പേഴ്സ് ഞാൻ അംഗീകരിക്കില്ല. നോക്കൂ മിസ്റ്റർ ആയൻ, ഈ ഒപ്പൊക്കെ ഫേക്കാണെന്ന് കോർട്ട് വേണം തീരുമാനം എടുക്കാൻ. പിന്നെ നിങ്ങൾ വേറൊരു കാര്യം കൂടി ചിന്തിക്കണം. നിങ്ങളുടെ അങ്കിൾ അമേരിക്കയിൽ നിന്ന് ഇവിടെ വരെ വന്നിരിക്കുന്നത് ഈ വീട് സ്വന്തമാക്കാൻ വേണ്ടി മാത്രമായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതിന് പിന്നിൽ തീർച്ചയായും ഒരു കാരണമുണ്ടെന്നുള്ളത് ഉറപ്പാ. എനിക്ക് കാര്യങ്ങൾ ഏതാണ്ട് മനസ്സിലായി. അവിടെ എന്തോ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പണിയാൻ പോകാൻ തോന്നുന്നു. ഓ, അങ്ങനെയാണോ? അപ്പോൾ അതാണ് കാര്യം. ഓക്കെ, അപ്പോൾ നാളെ തന്നെ ഞാൻ സ്റ്റേ ഒക്കെ കോർട്ടിൽ നിന്ന് വാങ്ങി വെച്ചേക്കാം. പിന്നെ നമുക്ക് മുറ പോലെ വാദം തുടങ്ങാം. സർ, സാറിന് ശരിയാണെന്ന് തോന്നുന്നത് സാർ ചെയ്യണം. അമ്മ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ഞാൻ ആ വീട് വിട്ട് എങ്ങും പോവില്ല. ഓക്കെ, എങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാമല്ലോ. നാളെ കോടതി 2 പെറ്റീഷൻ സബ്മിറ്റ് ചെയ്യാം. ഷുവർ. ഈ കേസിൽ നിനക്കെതിരായിട്ട് വരുന്ന അഡ്വക്കേറ്റ് ജഗദീഷ് അല്ലേ? നമുക്ക് അദ്ദേഹത്തോടൊന്ന് സംസാരിച്ചാലോ? ഓക്കെ, നമുക്ക് നോക്കാന്നേ. അയാൾ സ്റ്റേ വാങ്ങിച്ചാൽ ഞാൻ എന്ത് ചെയ്യാനാ? അത് നിനക്ക് നേരത്തെ അറിയില്ലായിരുന്നോ? ഞാൻ ലോയറിനോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു. അയാൾ ഒന്നും ചെയ്യാൻ പറ്റില്ലെന്നാ പറഞ്ഞേ. ആദ്യം അവനെ വിലക്കെടുക്ക്. നടക്കുമെന്ന് തോന്നുന്നില്ല. ഹീ ഈസ് ഡിഫറെന്റ്. സ്റ്റുപ്പിഡ്. എന്തെങ്കിലും കാരണം ഉണ്ടാക്കിക്കൊണ്ട് വരും, ഒരു പണിയെടുക്കാണ്ട്. ഇന്ന് രാത്രിക്കുള്ളിൽ ആരെങ്കിലും ഭീഷണിപ്പെടുത്തിയെങ്കിലും പണി നടക്കണം. പോയി ചെയ്യ. ചേച്ചിയെ, ഈ രാത്രി ഒറ്റയ്ക്ക് എവിടേക്കാണാവോ? മര്യാദയ്ക്ക് ഇവിടുന്ന് പൊക്കോ, വെറുതെ പേടിപ്പിക്കാതെ. ചേട്ടാ, വണ്ടി എടുത്തേ. നിങ്ങൾ എന്താ ഈ ചെയ്യുന്നത്? രാത്രി ഇങ്ങനെ പെണ്ണുങ്ങളെയൊക്കെ ഭീഷണിപ്പെടുത്താവോ? ശരിയാണോ? അതിൽ നിനക്കെന്താടാ പ്രശ്നം? മിണ്ടാതിരുന്നില്ലെങ്കിൽ നിന്നെ കൊന്നുകളയും. ദേ നോക്കിയേ ബീന, ആ റായിന്റെ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ എനിക്ക് അറിയണം. ഇത് ആകാശിന്റെ ഓർഡറാ. വൈകിട്ട് വരുമ്പോൾ എല്ലാ കാര്യങ്ങളും പറഞ്ഞോളണം. എന്താ, മനസ്സിലായോ? അല്ലെങ്കിൽ നിന്നെ കൊണ്ട് എങ്ങനെ പറയിക്കണമെന്ന് ഞങ്ങൾക്കറിയാം. എല്ലാം നിന്റെ കയ്യിലാ ഉള്ളത്. പോകാം ചേട്ടാ. ശരി. ഇനി ഒരു പ്രശ്നവും വരാതെ ഞാൻ നോക്കിക്കോളാം. എടാ ആകാശേ, ഇങ്ങോട്ട് വന്നേ. ഇങ്ങോട്ട് നോക്കിയാ സാറേ, ഇതൊരു വലിയ പ്രശ്നമായിട്ട് മാറും. ഇവന്റെ ആളുകളൊക്കെ കൂടി ആ സ്ലമ്മിലുള്ള പെണ്ണുമ്പിളെ പോയിട്ട് അടിച്ചേക്കുവാ. അവിടെയുള്ള ജനങ്ങളൊക്കെ ഒന്നിച്ചുകൂടി പോലീസ് സ്റ്റേഷനൊക്കെ അടിച്ച് തകർത്തുന്നേ. നമ്മുടെ ആൾക്കാരോ? ഇയാളെന്തേ പറയുന്നേ? എടോ, ഇവന്റെ ആൾക്കാരാ ബിനയാണ് ഭീഷണിപ്പെടുത്തിയത്. താനെന്തിനാ വെറുതെ പേടിക്കുന്നേ? ഇങ്ങോട്ട് നോക്കിയാൽ നിങ്ങൾ എന്റെ അടുത്ത് പറയേണ്ട തീരുമാനമൊക്കെ എടുത്താലേ പിന്നെ എന്നെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ മുമ്പായിട്ട് തന്നെ പറഞ്ഞാൽ ആ വീടിന്റെ കേസ് ഹാൻഡിൽ ചെയ്ത പോലെ എല്ലാം ഹാൻഡിൽ ചെയ്യാൻ പറ്റുള്ളൂ. എന്റെ സർവീസ് ബുക്ക് എഴുതാൻ പോകുന്നത് നിങ്ങളല്ലല്ലോ. SP ഓഫീസിൽ നിന്നാണ് ലെറ്റർ വന്നേക്കുക. ഒന്നെങ്കിൽ ഉത്തരം പറയണം, ഇല്ലെങ്കിൽ ലീവ് എടുത്ത് പോകണം. വേണമെങ്കിൽ ലീവ് എടുത്തിട്ടെ കുളു മണാലി, കാശ്മീർ, ഷിംല എവിടെയെങ്കിലും പോയി എൻജോയ് ചെയ്യേ. മലകളൊക്കെ ഉണ്ടെങ്കിൽ നിനക്ക് ഇച്ചിരി ധൈര്യം വരട്ടെ. തനിക്ക് അറിയാൻ മേലാത്ത കാര്യമൊന്നും സംസാരിക്കാൻ വരണ്ട. വായ അടച്ചോണ്ട് അവിടെ ഇരിക്കും. എടോ, ഇഞ്ഞു നോക്കണോ, ഞാൻ തന്ന കാശ് പിച്ച പോലെ വാങ്ങിച്ചിട്ട് എനിക്കെതിരായിട്ട് സംസാരിക്കുന്നു. സാറേ, 2000 രൂപയുടെ 10 നോട്ട് എന്റെ അടുത്തുനിന്ന് എണ്ണി വാങ്ങിച്ചില്ലേ? എന്നിട്ട് പറ്റത്തില്ലെന്ന് പറഞ്ഞ് വീണ്ടും വാങ്ങിച്ചില്ലേ? അതുകൊണ്ട് ആവശ്യമില്ലാതെ എന്നെ ദേഷ്യപ്പെടുത്തരുത്, പറഞ്ഞേക്കാം.
പിന്നെ ഞാൻ തന്നെ നിനക്ക് ലീവ് വാങ്ങിച്ചു തരും. സാറേ അത് എടോ ലീവ് എടുത്തിട്ട് ഫാമിലിയോട് ഒന്ന് ചുറ്റിക്കറങ്ങിയിട്ട് വാടോ. ഈ പ്രദേശത്തെയും പോലീസ് സ്റ്റേഷനെയൊക്കെ ഞാൻ നോക്കിക്കോളാം, താൻ പേടിക്കാതെ. സത്യം എന്താണെന്ന് വെച്ചാ തന്നെ പോലുള്ള ആൾക്കാർക്ക് സമാധാനം വേണം, എന്നെ പോലുള്ള ആൾക്കാർക്കോ ആശയക്കുഴപ്പമുള്ളവർ വേണം. അങ്ങനെയുള്ള ഒരാളെ എനിക്കറിയാം. ഹാപ്പി വെക്കേഷൻ സാർ. എങ്ങോട്ടാ പോണ്ടേ? കാശ്മീർ അല്ലെങ്കിൽ ക്യാനിങ്ങോ? സാല, ഈ മുടിഞ്ഞൊരു അലർജി. അർണാബ്, ഇതൊക്കെ ശരിയാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ചേട്ടൻ വെറുതെ വിഷമിക്കണ്ടെന്നേ, ഞാൻ അയാളോടൊന്ന് സംസാരിക്കാം. ആ അതിന്റെ ഒന്നും ആവശ്യമില്ല. നിനക്ക് സുഖമല്ലേ? അടുത്ത മാസം 5-ാം തീയതി എന്താ പ്രത്യേകത എന്നറിയോ? നിന്റെ മരിച്ചുപോയ മുത്തശ്ശൻ അമ്പലൻ റായ് ജീവനോടെ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ നമ്മൾ 100ാമത്തെ പിറന്നാള് ആഘോഷിക്കേണ്ട സമയമാ. അദ്ദേഹത്തിന്റെ മകൻ എന്ന നിലയില് എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ ആഗ്രഹമുണ്ട്. യു നോ, സംതിങ് ബിഗ്. ഗുഡ്. നിനക്ക് എന്തെങ്കിലും ചെയ്യാൻ ആഗ്രഹമല്ലേ? ഇല്ല, നിങ്ങളെ സ്നേഹിച്ച പോലെ മുത്തശ്ശൻ ഞങ്ങളെ സ്നേഹിച്ചില്ല. ഓൾ ദി ബെസ്റ്റ്. എനിവേ, എനിക്ക് കുറച്ച് തിരക്കുണ്ട്. സോ ബോയ്സ് ആൻഡ് ഗേൾസ്, ഞാൻ പറഞ്ഞത് മറക്കരുത്. സ്ട്രോക്സിനേക്കാൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ബ്രീത്തിങ്. അത് മറന്നു പോരുത്. ഓക്കെ? ജംപ്, കം ഓൺ, ജംപ്. ഹേയ്, Are you okay? Okay, thank you. താനെന്താ പൂളിൽ ആദ്യമായിട്ടാണോ? ബിനായ്, ബിനായ്, തന്റെ ട്രെയിനർ ആരാ? No one. നിങ്ങൾ എനിക്ക് ട്രെയിനിങ് തരുമോ? നിങ്ങളെ എനിക്ക് പൂർണ്ണ വിശ്വാസമാണ്. ഓക്കെ, ഞാൻ എന്തായാലും ട്രെയിൻ ചെയ്യിക്കാം. പക്ഷേ ഇത് സ്വിമ്മിങ്ങിന് പറ്റിയ ഡ്രസ്സല്ല. അവിടെ പോയിട്ട് കോസ്റ്റ്യൂം വാങ്ങിച്ചോ. ഓക്കെ, വരൂ, ഞാൻ ഹെൽപ്പ് ചെയ്യാം. കമോൺ. No, I take care of myself. Show me what you got, oh baby. എന്ത്? നീ എന്തിനാ റിസൈൻ ചെയ്യുന്നേ? ദാ നോക്ക്, നീ ഒരു തെറ്റും ചെയ്തിട്ടില്ല. നീ ഞാൻ പറയുന്നൊന്ന് മനസ്സിലാക്ക്. ഈ പ്രശ്നം എങ്ങാനും കൂടുതൽ വഷളായ എന്റെ കരിയർ തന്നെ ഇല്ലാതാവും. അസോസിയേഷനിൽ ഒരു കംപ്ലൈന്റ് കൊടുത്താൽ തീർന്നു. അത് അത്രയ്ക്ക് എളുപ്പമുള്ള കാര്യാ? സ്വിമ്മിംഗ് പൂളിന് ചുറ്റും CCTV ക്യാമറാസ് ഉണ്ട്. അതിലെല്ലാ കാര്യങ്ങളും റെക്കോർഡ് ആയിട്ടുണ്ടാവും. ഏത് ഡ്രസ്സാ ഇട്ടിരിക്കുന്നതെന്ന് പോലും. അങ്ങനെ എളുപ്പം നിങ്ങൾ എങ്ങനെ മിസ്ബിഹേവ് ചെയ്യാനാ? വെള്ളത്തിൽ കൂടെ നടക്കാൻ മേലായിരുന്നോ? അവിടെ CCTV ഇല്ല അല്ലേ? വെള്ളത്തിൽ വെച്ച് നീ അവളോട് മോശമായി പെരുമാറുമല്ലേ? അത് കള്ളമാണ്. നിങ്ങൾ ആ കുട്ടിയോട് തന്നെ ചോദിച്ചു നോക്ക്. അത് കൊള്ളാം. ആ പെണ്ണ് തന്നെയാ നിനക്കെതിരെ കംപ്ലൈന്റ് എഴുതി തന്നേക്കുന്നേ. അതുകൊണ്ട് നിന്നെ നന്നായി ഒന്ന് ചോദ്യം ചെയ്യാൻ ഞങ്ങളങ്ങ് കൊണ്ടുപോവാ. വാ പോവാം.
ബൃന്ദ, ഇതാരോ അറിഞ്ഞുകൊണ്ടുള്ള കളിയാ. നീ അമ്മേനും നോക്കണം. ആ അവരെ നീ നോക്കിക്കോ, ഇവന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. ചെല്ല്, ശരിയല്ലേ? വാ പോവാം. വന്ന് വണ്ടിയിലോട്ട് കയറ്. പോയി കയറടാ. ഇവനെ പിടിച്ച് കയറ്റടോ. ഒരു മിനിറ്റ്. ഹലോ മേഡം, ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേട്ടോ. നാളെയും മറ്റന്നാളും ശനി ഞായറുവാ, തിങ്കളാഴ്ചയും ലീവാ. എന്നാ പിന്നെ ചൊവ്വാഴ്ച കോർട്ട് വെച്ച് കാണാം. നിന്റെ ലവറിന് ഞങ്ങൾ നല്ലൊരു ട്രീറ്റ് കൊടുക്കുന്നുണ്ട്. എന്നാ പോട്ടെ മോളെ, കാണാം. വണ്ടി എടുക്കടോ. ഞാൻ ഒരു കാര്യം പറയട്ടെ, നിങ്ങളുടെ മോൻ തിരിച്ചു വരുന്നത് വരെ ഞങ്ങളുടെ വീട്ടിൽ ഒന്ന് താമസിക്കരുതോ? ഇല്ല, ഞാൻ പറയുന്നോണ്ട് തെറ്റായി വിചാരിക്കരുത്. അവരുണ്ടല്ലോ, ഈ വീട് സ്വന്തമാക്കാൻ വേണ്ടിയാ എൻ്റെ മോനെ എൻ്റെ അടുത്തുനിന്നും പിരിച്ച് കൂട്ടിക്കൊണ്ടു പോയത്. പക്ഷെ എന്തായാലും ശരി, ഞാൻ ഈ വീട് വിട്ട് പുറത്തോട്ടെങ്ങും പോവില്ല. ഞാൻ എങ്ങോട്ടും വരില്ല. പക്ഷെ അച്ഛാ, വീട്ടിൽ ആരും അല്ലെങ്കിൽ അവര് വീട് കയ്യേറില്ലേ? മാത്രമല്ല ബീന ചേച്ചി ലീവ് എടുത്ത് പോയിരിക്കുക. എങ്കിൽ കുറച്ചുനാൾ നീയും കൂടെ ഇവിടെ താമസിക്കേ, എന്നിട്ട് നീ വീട്ടിലേക്ക് വന്നാൽ മതി. അതിനുള്ളിൽ ഞാൻ ലോയറിനോട് എല്ലാ കാര്യങ്ങളും പോയി സംസാരിക്കാം. എങ്കിലേ ചൊവ്വാഴ്ചക്കുള്ളിൽ നമുക്ക് അവനെ ജാമ്യത്തിലെടുക്കാൻ പറ്റൂ. ഞാൻ ഈ കാര്യത്തെക്കുറിച്ച് തന്നെ ആലോചിച്ചത്. ഞാൻ എന്തായാലും ഇവരെ തനിച്ചാക്കിയിട്ട് എങ്ങോട്ടും പോവില്ല. എനിക്ക് പോവാനും പറ്റില്ല. കഴിച്ചു കഴിഞ്ഞോ? മുഴുവനും കഴിക്കണേ, ഞാൻ കുളിച്ചിട്ട് വന്നേക്കാം. ആന്റി, വെള്ളം വരുന്നില്ലല്ലോ. മോട്ടോർ ഇടാനുള്ള സ്വിച്ച് എവിടെയാ? രാവിലെ വരുന്നുണ്ടായിരുന്നല്ലോ, അവിടെ ഇടത്തു ഭാഗത്താ ഉള്ളത്. എന്തുപറ്റി? ഇതുവരെ ഇങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ലല്ലോ. ഒരു മിനിറ്റ്, ഞാൻ ഒന്ന് ചെക്ക് ചെയ്യട്ടെ. പക്ഷെ അപ്പുറത്തെ വീട്ടിലൊക്കെ കറണ്ട് ഉണ്ടല്ലോ. ആന്റി, അനു എവിടെയാ ഉള്ളേ? അനു 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 ഈ ഏരിയയിലെ ഇലക്ട്രീഷ്യൻസ് ഒക്കെ റൗഡികളാന്ന് തോന്നുന്നു. പരാതി കൊടുത്ത് 2 ദിവസം കഴിഞ്ഞിട്ടാ കറണ്ട് വരുന്നത്. ഫോണിന് ചാർജ് ഉണ്ടോ എന്തോ. കണ്ടില്ലേ മോളെ, അവര് കറണ്ട് പോലും കട്ട് ചെയ്തിരിക്കുക. നമ്മളെ ഈ വീട്ടിൽ നിന്ന് ഓടിക്കാൻ വേണ്ടി ചെയ്ത വേലയാ ഇതൊക്കെ. അങ്ങനെയാണോ? അവരെന്ത് വേണമെങ്കിൽ ചെയ്യട്ടെ. അനു, ഫോൺ ഓൺ ആവുന്നുണ്ടോ നോക്ക്. എന്നാലേ ആരെങ്കിലും വിളിച്ചിട്ടുണ്ടോന്ന് അറിയൂ.
നീ വിഷമിക്കേണ്ട മോളെ, ഇന്ന് എന്റെ മോൻ വരും. പിന്നെ ഈ പ്രശ്നം ഉണ്ടാക്കുന്നവരെയൊക്കെ അവൻ നോക്കിക്കോളും. ആദ്യം കുളിക്കണം, എന്നിട്ട് നമുക്ക് ഭക്ഷണം കഴിക്കാം. അമ്മ പറയുന്നതൊക്കെ അനുസരിച്ചിരിക്കണം. ആര് വാതിലെ മുട്ടിയാലും തുറക്കാൻ പാടില്ല, കേട്ടല്ലോ? ഇല്ല ഇല്ല, ഇവിടെ വിശ്വസിക്കാൻ പറ്റില്ല. നീ പോകുമ്പോ പുറത്തുനിന്ന് വാതിൽ പൂട്ടിയിട്ട് പൊക്കോ മോളെ. നീ വരുന്നവരേക്കും ഞങ്ങൾ അകത്ത് തന്നെ ഇരുന്നോളാം. ശരി ആന്റി, അങ്ങനെ തന്നെ ചെയ്തേക്കാം. ആ പറഞ്ഞോ രേഖ. ഇല്ല ഇല്ല, ഇന്ന് എനിക്ക് എങ്ങോട്ടും വരാൻ പറ്റില്ല. എനിക്ക് പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അരമണിക്കൂറോ? ശരി എന്നാ ഞാൻ വരാം. ശരി വരാം. എന്ത് പറ്റി മോളെ, കോടതിയിലേക്ക് പോകുന്നില്ലേ? അല്ലല്ല, ഞാൻ കോർട്ടിലേക്ക് തന്നെയാ പോകുന്നത്. പക്ഷെ സ്കൂളിലേക്കൊന്ന് അത്യാവശ്യമായിട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട്. ആദ്യം അങ്ങോട്ട് പോകണം. എന്നാ ശരി, എനിക്ക് പോകാനുള്ള സമയമായി. ഞാൻ പോയി റെഡി ആവട്ടെ. ഞാൻ പോയിട്ട് പെട്ടെന്ന് വന്നേക്കാം. അമ്മ പറയുന്നത് കേട്ട് അടങ്ങിയിരുന്നോളണം, കേട്ടോ? ആന്റി, ആന്റി പറഞ്ഞതുപോലെ ഞാൻ പുറത്തുനിന്ന് പൂട്ടിയിട്ട് പോവാ. അപ്പൊ പിന്നെ പ്രശ്നമില്ലല്ലോ. അമ്മേ, അമ്മ ഇങ്ങോട്ട് വന്നേ. പറ, എന്താ കാര്യം? എന്തിനാ അമ്മേ വെളിയിൽ നിന്ന് പൂട്ടിയിരിക്കുന്നത്? അതെ, ബൃന്ദയാണ് പുറത്തുനിന്ന് പൂട്ടിയിട്ട് പോയിരിക്കുന്നത്. നീ അവിടെ നിക്ക്, എന്റെ അടുത്ത് വേറെ ഒരു ചാവിയുണ്ട്, എടുത്തോണ്ട് വരാം. ഇന്നാ പിടിച്ചോ. നോ, ഞാൻ ഇങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. യുവർ ഓണർ, താങ്കൾ ഇന്ന് ഇയാൾക്ക് ശിക്ഷ നൽകിയില്ലെങ്കിൽ പിന്നെ നിയമത്തിലുള്ള ഞങ്ങളുടെ വിശ്വാസം നഷ്ടപ്പെടും. പിന്നെ ന്യായത്തിന് വേണ്ടി ഈ കോടതിയുടെ വരാതെ ആരും കയറില്ല. അമ്മേ നമസ്കാരം, സുഖമാണോ? നിങ്ങൾ ആരാ? ആരാ നിങ്ങള്? ബീനെ, ബീനെ, ഇവരൊക്കെ ആരാ? എന്നോട് ചോദിച്ചാൽ ഞാനെന്ത് പറയാനാ? നിങ്ങളെ കാണണമെന്ന് പറഞ്ഞു, അതാ കൂട്ടിക്കൊണ്ടു വന്നത്. എന്തോ പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്. അതൊന്നും അത്ര പ്രധാനമല്ല. ശബ്ദമുണ്ടാക്കാതെ അതിലൊന്ന് ഒപ്പിട്ടേക്ക്, ഞങ്ങളങ്ങ് പൊയ്ക്കോളാം. ഓ, വിരലടയാളോ? ഞാൻ വെക്കില്ല, എന്റെ ജീവൻ പോയാലും വെക്കില്ല. ദേ നോക്കിയേ, ഇതുപോലെ മുതലക്കണ്ണീരൊക്കെ ഇറക്കിയാലേ ഞങ്ങള് വിശ്വസിക്കാനൊന്നും പോകുന്നില്ല. നിങ്ങൾ അന്ന് എന്തിനാ സ്വിമ്മിംഗ് പൂളിലേക്ക് ഇറങ്ങിയത്? ആരാ നിങ്ങൾക്ക് അതിനുള്ള പെർമിഷൻ തന്നത്? മാത്രമല്ല, അന്ന് നിങ്ങൾ സ്വിമ്മിംഗ് ഡ്രസ് ഇല്ലാതെയാ സ്വിമ്മിംഗ് പൂളിലേക്ക് ഇറങ്ങിയത്. നിങ്ങളെന്താ പറഞ്ഞത്? സ്വിമ്മിംഗ് പൂളിലെ വെള്ളത്തിനിടയിൽ വെച്ച് ഇയാൾ നിങ്ങളെടുത്ത് തെറ്റായി പെരുമാറിയെന്നല്ലേ? പക്ഷേ അതിന് തെളിവൊന്നുമില്ലല്ലോ. അതുമാത്രമല്ല, മറ്റു കുട്ടികളുടെ പാരന്റ്സും അവിടെ ഉണ്ടായിരുന്നു. അവരവിടുത്തെ കാഴ്ചക്കാരായിരുന്നു. അവരെന്താ പറഞ്ഞതെന്നറിയോ? അതായത് നിങ്ങൾ സ്വിമ്മിംഗ് പൂളിലേക്ക് ഇറങ്ങി നിങ്ങൾ ഇയാളോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നെന്ന്. റൈറ്റ് യുവർ ഓണർ, ഇതിൽ നിന്നും നന്നായിട്ടൊരു കാര്യം മനസ്സിലാക്കുന്നു. ഇവര് പറയുന്നത് മുഴുവൻ പച്ച കള്ളമാണ്. എന്റെ ക്ലയന്റിന്റെ സൽപ്പേര് നശിപ്പിക്കുവാൻ വേണ്ടിയാണ് ഇവർ ഇങ്ങനെയെല്ലാം ബിഹേവ് ചെയ്തിരിക്കുന്നത്. അതായത് വളരെ മോശപ്പെട്ട രീതിയിലാണ് ഇയാളുടെ മേൽ കുറ്റം ചുമത്തിയിരിക്കുന്നത്. നീയൊക്കെ എന്താ വിചാരിച്ചിരിക്കുന്നത്? എന്താന്ന് ഇതെല്ലാം നശിപ്പിച്ച ഞാൻ അങ്ങ് പേടിച്ചു പോകുന്നു കരുതിയോ? ഇവള് എനിക്ക് ദ്രോഹം ചെയ്തിരിക്കാം, പക്ഷെ നിങ്ങൾക്ക് എന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇവൾക്ക് വേണ്ടിയല്ല, നിങ്ങളുടെ ഈ മോൾക്ക് വേണ്ടി ഒപ്പിടാതെ വേറെ വഴിയില്ല. ഇല്ല, ഞാൻ അങ്ങനെ ചെയ്യില്ല. ഒപ്പിട്ട് തന്നാൽ ഞങ്ങൾ പൊയ്ക്കോളാന്ന് പറഞ്ഞതല്ലേ? ആദ്യം അത് ചെയ്യും.
മിണ്ടാതിരിക്ക് തള്ളേ. ചെയ്യല്ലേ, വിട്ടേക്ക്. അവരെ ഇങ്ങനെ കഷ്ടപ്പെടുത്തല്ലേ, പിന്നെ നമുക്ക് എല്ലാവർക്കും പ്രശ്നമാ. നോക്കടി, നീ എനിക്ക് ദ്രോഹം ചെയ്യുന്ന ഞാൻ കരുതിയിരുന്നില്ല. ദൈവം എല്ലാം കാണുന്നുണ്ട്. നിനക്കുള്ള ശിക്ഷ ദൈവം തരും. അയ്യോ മോളെ, അവിടെ ഇരിക്കല്ലേ? എന്തിനാ വെള്ളം വെക്കുന്നത്? മിണ്ടാതിരിക്കാനല്ലേ പറഞ്ഞത്? വായടിച്ചു വെക്കാൻ മിണ്ടരുത്. പേപ്പറിൽ ഒപ്പിട്ട് തരാൻ. എന്റെ മോളെ എന്താ ചെയ്തേ? ഒരു വലിയ ഷോക്കിംഗ് ന്യൂസ് ആണിത്. സിറ്റിയുടെ പ്രധാന ഭാഗത്തുള്ള ഈ വീട്ടിൽ വെച്ചാണ് ആ ക്രൂര സംഭവം നടന്നിരിക്കുന്നത്. ഇതാരെയും പഴക്കമുള്ള ബിൽഡിംഗ് ആണ്. എല്ലാ കാര്യങ്ങളും ഞങ്ങൾ നന്നായി ചിത്രീകരിച്ചു. ആദ്യമായിട്ടാണ് നമ്മൾ ഇവിടെ ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നത് കാണുന്നത്. ഇവിടെയുള്ള ലോക്കൽ കച്ചവടക്കാരനോട് നമുക്ക് ഇതിനെ കുറിച്ച് സംസാരിക്കാം. പറയൂ സാർ. ഇപ്പൊ എന്റെ മെന്റൽ കണ്ടീഷൻ വെച്ച് എനിക്ക് ഒന്നും പറയാൻ പറ്റത്തില്ല. വാക്കുകൾ ഇടറുന്നു. ഈ വീട് എപ്പോഴും ഒരു മിസ്റ്ററി തന്നെയാ. ഇവിടുത്തെ പല കാര്യങ്ങളും ഞങ്ങൾക്കൊന്നും അറിയത്തില്ല. ഞാൻ കരുതുന്നത് ഇത് വല്ല പ്രേത വീട് വല്ലതും ആയിരിക്കുമെന്നാ. കാരണം എന്താന്ന് വെച്ചാ പറഞ്ഞ കാര്യം ശ്രദ്ധിച്ചു കാണുമല്ലോ. ഇദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്നും നമുക്ക് പല കാര്യങ്ങളും അനുമാനിക്കാം. ഈ വീടിന്റെ ഉടമസ്ഥൻ അംഗമായാണ് ഈ വീട്ടിലേക്ക് വന്നിരിക്കുന്നത്. അമ്മയ്ക്ക് ജീവനുണ്ടെന്ന് തോന്നുന്നു. അമ്മ എന്തു പറ്റിയമ്മേ? ഹനു എവിടെ? അമ്മയ്ക്ക് ജീവനുണ്ടെന്ന് തോന്നുന്നു. ഹനു, സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. ഹനു, ഹനു. അനു നമ്മളെ വിട്ടിട്ട് പോയി. നമ്മളെ വിട്ടിട്ട് പോയി. ഹനു, നോക്കിയേ, ഇതുപോലത്തെ മണ്ടത്തരങ്ങളൊക്കെ വീണ്ടും വീണ്ടും കാണിച്ചോണ്ടിരുന്നാലേ എല്ലാ പ്രശ്നങ്ങളും ഞാൻ ഫേസ് ചെയ്യേണ്ടി വരും. ഇതിപ്പോ വേലി കിടന്നതിനെ എങ്ങാണ്ടെടുത്ത് വെച്ച പോലെ ആയി കഥ. ഇതിനൊക്കെ കാരണം നിന്റെ ഓവർ കോൺഫിഡൻസാ. ഇപ്പൊ നിനക്ക് പാർട്ടിന്ന് ശരിക്കും പണി കിട്ടാൻ പോവാ. ഈ കാര്യത്തോടെ നിന്റെ കാര്യത്തിനൊരു തീരുമാനമാവും. എടോ MLA, തനിക്ക് കുറച്ചെങ്കിലും വിവരം കാണിച്ചൂടെ? ഇങ്ങനെ നോക്കി ചേട്ടാ, ഞാനല്ല ഈ ഓഫീസറിനെ വിളിച്ചത്, മനസ്സിലായോ? ഏട്ടാ, ഇയാളുണ്ടല്ലോ, ഇയാളെ ആദ്യം ഒന്ന് കേക്കടൂ. തന്റെ സീനിയറിനോടെല്ലാം സംസാരിച്ചു. താൻ ഇന്ന് തന്നെ ചാർജ് എടുത്തു. വന്നൊരു കളി അങ്ങ് കളിച്ചേക്കേ. നോക്ക് സാറേ, ഞാൻ വന്നാ പിന്നെ നിങ്ങൾക്കത് പ്രശ്നമായി മാറരുത്. താൻ വിഷമിക്കാത്തടോ, എല്ലാം ഞാൻ നോക്കിക്കോളാം. ഈ കളി തനിക്കൊരു പ്രധാനപ്പെട്ട റോളുണ്ട്. താനാണ് അതിന് ശരി. ആ NRI-കാരൻ ഇട്ടങ്ങ് ഉപദ്രവിക്കുക. ആക്ച്വലി അയാളൊരു വലിയ പണക്കാരനാ. കൊമ്പില്ലാത്തൊരു കാളയെ പോലെ അയാള്. എനിക്കാണെങ്കിൽ അയാളെ ഫേസ് ചെയ്യാനും പറ്റത്തില്ല, ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാനും പറ്റത്തില്ല. തനിക്ക് എന്ത് തോന്നുന്നോ അത് ചെയ്തേക്ക്. കൊല്ലുവോ അടിക്കുവോ വെട്ടുവോ എന്ത് വേണമെങ്കിലും ചെയ്യും. എനിക്ക് ആ ഒപ്പ് വേണം. ചേട്ടാ നിക്ക് ചേട്ടാ, ഈ പരദേശി ഉണ്ടല്ലോ. മര്യാദയ്ക്ക് സൂക്ഷിച്ച് സംസാരിച്ചോ. നിങ്ങളൊന്ന് കരുതിയിരുന്നോ എന്നെ അങ്ങനെ നിസാരനായി കാണണ്ട. ഇത് നിങ്ങളുടെ നിയമസഭയൊന്നുമല്ല. എന്റെ കയ്യിൽ എല്ലാ റെക്കോർഡുകളും ഉണ്ട്. ഇഞ്ച് ബൈ ഇഞ്ച്, ഫുട്ട് ബൈ ഫുട്ട്, ലോഡഡ് ഇൻ മൈ ഹാർഡ് ഡിസ്ക്. ഞാൻ ആ വീട്ടിലേക്ക് പോകാൻ കാരണം നിങ്ങളാ. ആ പെണ്ണന്റെ കയ്യിൽ കടിച്ചപ്പോ ഞാൻ അവളെ പിടിച്ചൊന്ന് തള്ളി. അവൾ ചത്തുപോയി. ഞാൻ എന്ത് ചെയ്യാനാ? എനിക്ക് സ്പോട്ടിലേക്ക് പോകേണ്ട കാര്യമില്ല. നീ തെറ്റായ ആളുടെ അടുത്താ മോനെ കളിക്കുന്നത്. അടുത്ത സ്റ്റെപ്പ് നിനക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുമെന്ന് നോക്ക്. എന്ത് ചെയ്യുന്ന? ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഒന്നെങ്കിൽ ട്രാൻസ്ഫർ തരും, അല്ലെങ്കിൽ പിടിച്ച് ജയിലിലിടും. എവിടെ പോയാലും നിങ്ങളും കാണാൻ എന്നോടൊപ്പം ഷെയർ ചെയ്യാൻ വേണ്ടി. 50-50. എന്നെ തൂക്കിക്കൊന്നാലും നമുക്ക് രണ്ടുപേർക്കും കൂടി ഒരൊറ്റ കയറ് മതിയല്ലേ? നിങ്ങൾ വലിയ നല്ലവനാണെന്നല്ലേ?
ഒരു നല്ലവനെ തൂക്കിലേറ്റിയതായി നാട്ടുകാർ പറയും, മനസ്സിലായോ? പ്ലാൻ ചെയ്യ് ദത്ത സാർ, പ്ലാൻ ചെയ്യ്. നമ്മൾ രണ്ടുപേരും ഇങ്ങനെ വഴക്കുണ്ടാക്കിയിട്ട് എന്താ കാര്യം? പ്ലാൻ ചെയ്യ്. അതൊക്കെ പോട്ടെ, ആ പെണ്ണില്ലേ, അവളുടെ പേരെന്താ? ബീന അല്ലേ? അവളെങ്ങാനും സത്യം തുറന്നു പറഞ്ഞ പിന്നെ എല്ലാം കഴിഞ്ഞു. അവക്ക് ഇനിയും കൊടുക്കാനുള്ള പൈസ കൊടുത്തിട്ടില്ല. ഹേ ഒന്ന് നിന്നേ. ആ പെണ്ണുപിള്ളക്ക് ഒരു 20,000 എക്സ്ട്രാ കൊടുത്തേക്ക്. അത് കൊടുത്താൽ മതിയല്ലോ അല്ലേ? ഇതാ നോക്ക്, ആവശ്യമില്ലാത്ത പ്രശ്നത്തിൽ തലയിടാൻ എനിക്ക് ആഗ്രഹമൊന്നുമില്ല. അതുകൊണ്ട് വെറുതെ വഴക്കുണ്ടാക്കാതെ നമുക്ക് ബുദ്ധി ഉപയോഗിക്കാം. രണ്ടുപേരും ചേർന്ന് ഒന്നിച്ച് പ്രവർത്തിക്കാം. സാർ ഇപ്പോഴാ ഒന്ന് ട്രാക്കിലേക്ക് വന്നത്. അയൻ ഒന്ന് നിന്നേ, ഡോക്ടർ അകത്ത് തന്നെ ഉണ്ട്. നോക്ക്, നമ്മൾ നെഗറ്റീവായിട്ട് ഒന്നും ചിന്തിക്കരുത്. നമുക്ക് ഡോക്ടറോട് ചോദിക്കാം. ഡോക്ടർ ഇപ്പൊ ആന്റിക്ക് എങ്ങനെയുണ്ട്? ഇപ്പോഴത്തേക്കൊന്നും നിങ്ങളോട് എനിക്കൊന്നും പറയാൻ പറ്റില്ല. ടിഷ്യൂ റാപ്ചറും എക്സ്റ്റേണൽ വുണ്ട്സ് എല്ലാം ആദ്യം കൺട്രോൾ ചെയ്തേ പറ്റൂ. ഞങ്ങളെല്ലാവരും സ്കാൻ റിപ്പോർട്ടിന് വേണ്ടി കാത്തിരിക്കുക. താങ്ക് ഗോഡ് ഇന്റേണൽ ഹെമോറേജ് ഇതുവരെ സ്റ്റാർട്ട് ആയിട്ടില്ല. ഞാനൊന്ന് അവളെ കണ്ടോട്ടെ ഡോക്ടർ, പ്ലീസ്. നോട്ട് നൗ പ്ലീസ്. ഡോക്ടർ പ്ലീസ്. ആന്റിക്ക് ഒന്നും സംഭവിക്കില്ല. ദൈവം നമ്മുടെ കൂടെയുണ്ട്. ഒന്നും പറ്റില്ല. നീ ധൈര്യമായിട്ടിരിക്കും. എന്തൊക്കെയുണ്ട് ബീന ചേച്ചി? എന്താ ഈ റൗഡികളെ കാണുന്ന പോലെ ഞങ്ങളെ കണ്ട് പേടിക്കുന്നത്? നീളം കണ്ടാണോ കുള്ളമായിട്ടാണോ? അല്ല, ഞങ്ങളെ ശരീരത്തിൽ എണ്ണ തേച്ചിട്ടാണോ ഇങ്ങോട്ട് വന്നത്? അതോ വലിയ കൊമ്പം മീശ വെച്ചിട്ടുണ്ടോ? അല്ല, കയ്യിൽ ഗണ്ണോ അല്ലെങ്കിൽ കത്തി വല്ലതും വെച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. പക്ഷേ നിനക്കിതൊന്നും പറ്റില്ലല്ലോ. ദാ കണ്ടില്ലേ, അവളുടെ കയ്യിൽ ഒരു ശൂലം കൊടുത്താലുണ്ടല്ലോ, നല്ല ഭദ്രകാളിയുടെ ലുക്കുണ്ടാവും. വിട്ടാ നമ്മളെ അങ്ങോട്ട് കൊന്നേക്കും. കണ്ടിട്ടാണ് ഈ പേടി തോന്നുന്നു. ബീനെ, ശ്രദ്ധിച്ച് കേൾക്കണം. വീട്ടിൽ കയറി ഇങ്ങനെയൊക്കെ ചെയ്തത് റൗഡികളാണ്. ആര് ചോദിച്ചാലും ഇതല്ലാതെ വേറൊന്നും പറയാൻ പാടില്ല. അവര് കബോർഡിൽ നിന്ന് ചാവിയെടുത്ത് ബ്യൂറോ തുറന്നു. ഒന്നും കിട്ടാത്തതുകൊണ്ട് ആ തള്ളയെ വിരട്ടി. അവരെ കണ്ടപ്പോൾ പേടിച്ച് കരഞ്ഞുകൊണ്ട് മായാദേവിയും മോളും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി. വീട്ടിൽ ഭയങ്കര കോലാഹലങ്ങൾ നടന്നു. അത്രയേ ഉള്ളൂ. പക്ഷെ ആരും അത് അത്ര വലിയ കാര്യമാക്കിയില്ല. കാരണം അനു ദിവസവും അങ്ങനെയല്ല ചെയ്യാറുള്ളത്. അതുകൊണ്ട് അത് ആരും കാര്യമാക്കാതെ അവരവരുടെ ജോലി ചെയ്തു. ഇത് വേണം നീ പറയാൻ. ഇതല്ലാതെ നിനക്ക് മറ്റൊന്നും അറിയില്ല. അതിനുശേഷം നീ അലറിക്കരഞ്ഞുകൊണ്ട് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി. അപ്പോൾ ഒരു ബൈക്ക് വന്ന് നിന്നെ ഇടിച്ചു. പോലീസ് വന്നു. നിന്റെ ഇടപെടൽ കൊണ്ടാ മായാദേവി രക്ഷപ്പെട്ടത്. എന്താ ചിന്തിക്കുന്നേ? കണ്ടില്ലേ, ഇവളെ വല്ലാണ്ട് അങ്ങോട്ട് പേടിച്ചു പോയി. ദാ നോക്ക് ബീനെ, നീ വളരെ ധൈര്യശാലിയല്ലേ? നിന്റെ ധൈര്യം കൊണ്ടാ ആ കൊള്ളക്കാര് പോലും അവിടെ കൊള്ളയടിക്കാണ്ട് അങ്ങ് ഓടിപ്പോയെ. നീ ഇങ്ങനെ കിടന്ന് കരഞ്ഞെന്ന് വെച്ചോ, ഇവിടെ അടുത്തുള്ള ഒരു പോലീസ് ഒന്നും വിശ്വസിക്കാൻ പോകുന്നില്ല. പിന്നെ നീ കൊടുങ്ങും. മനസ്സിലായോ? കുറച്ചൊക്കെ ധൈര്യം ആവാം ബീന. പറയുന്ന കേട്ടാ? 20,000 ഉണ്ട്. ആദ്യത്തെ ഇൻസ്റ്റാൾമെന്റ്. തന്ന വാക്ക് പാലിക്കുന്നവനായി ഞാൻ. ബാക്കി 30,000 രൂപ നിന്റെ ജോലി പൂർത്തിയാക്കുമ്പോ ഞാൻ തരാം. എങ്ങാനും സത്യം തുറന്നു പറഞ്ഞാ പിന്നെ നീ തീർന്നു മോളെ. ആ പെണ്ണിനെ പോലെ നീ അങ്ങ് മുകളിലെത്തും. വളരെ സൂക്ഷിക്കണേ ബീന, എല്ലാം നിന്റെ കയ്യിലാ ഉള്ളെ. ശംഭോ മഹാദേവ, ഇനി തൊട്ടെല്ലാം ബീനയുടെ കയ്യില. എന്താവോ എന്തോ. ശംഭോ മഹാദേവ, നമ്മുടെ ബീനയ്ക്കൊന്നും ആവാതെ നോക്കിയോണേ. എവിടെയോ പോയി ഇടിച്ചതുകൊണ്ടാ രക്തം വന്നിരിക്കുന്നത്. കയ്യോ കാലോ നെഞ്ചോ എവിടെയോ പോയി ശരിക്കും ഇടിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ കുട്ടിക്ക് മരണം സംഭവിച്ചത്.
പോസ്റ്റ്മോർട്ടത്തിന്റെ നിയമപ്രകാരം ഞങ്ങൾക്ക് ബോഡി നാളെ തന്നെ തിരിച്ചു തരാൻ പറ്റും. പക്ഷേ കുറച്ചുകൂടി ഫോർമാലിറ്റീസ് ഒക്കെ തീർക്കാനുണ്ട്. സിറ്റിയുടെ നടുക്കുള്ള ഒരു വീട്ടിൽ വെച്ചാണ് ഒരു പെൺകുട്ടി ഇന്ന് മൃഗീയമായി കൊല ചെയ്യപ്പെട്ടിരിക്കുന്നത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ചാനലിലെ ജേർണലിസ്റ്റ് അമിത് മുഖർജി അവിടെയാണ് ഉള്ളത്. അമിത്, താങ്കൾ അറിഞ്ഞ കാര്യങ്ങൾ പറയൂ. പോലീസ് ഈ കേസ് ഏത് ആംഗിളിലാണ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്? പലരെയും സംശയമുണ്ട്, പക്ഷെ ആരെയും ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല എന്നാണ് പോലീസ് പറയുന്നത്. സ്റ്റേറ്റിൽ നടക്കുന്ന പല കൊള്ളയ്ക്കും ഇതിന് സംബന്ധമുണ്ടെന്നാണ് പറയുന്നത്. മുഖ്യമന്ത്രി പ്രതിഷേധം രേഖപ്പെടുത്തിയിട്ടുണ്ട്. സർക്കാർ ഇത് നല്ല രീതിക്ക് ശ്രദ്ധിക്കുന്നുണ്ട്. അടുത്തുള്ള CCTV ക്യാമറകളെല്ലാം പോലീസിന്റെ നിരീക്ഷണത്തിലാണ്. അതിൽ നിന്ന് എന്തെങ്കിലും തെളിവുകൾ കിട്ടുമെന്ന് പോലീസ് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ വീട്ടിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരു സ്ത്രീയെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുകയാണ്. ആ സ്ത്രീയാണ് ഈ കേസിന്റെ പ്രധാന സാക്ഷി. ഞാൻ ബീന ചേച്ചിയെ വിളിച്ചത് ഏകദേശം ഒരു 12:30 മണിക്കായിരുന്നു. പക്ഷെ എനിക്ക് ആന്റിയോട് സംസാരിക്കാൻ പറ്റിയില്ല. പക്ഷെ അവരുടെ ഫോൺ ആ സമയത്ത് വേറെ ആരോ ഓൺ ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്കവിടെ വേറെ ആരുടെയൊക്കെ ശബ്ദം കേൾക്കായിരുന്നു. അവിടെ വെച്ച് എനിക്ക് അനുന്റെ ശബ്ദം കേൾക്കാൻ പറ്റി. അവര് കുറെ നാളായിട്ട് നിങ്ങളുടെ വീട്ടിൽ ജോലി ചെയ്യുന്ന ആളല്ലേ? സോ വാട്ട്? അതിലൊന്നും ഒരു കാര്യമില്ല. ഉറപ്പായി നമുക്ക് അവളോട് സംസാരിക്കണം. പോലീസ് അത് അലോ ചെയ്യത്തില്ല. അവളോട് അന്വേഷിച്ചോണ്ടിരിക്കുക. ആയിക്കോട്ടെ, നമുക്കൊന്ന് ശ്രമിക്കാലോ. അവരുടെ കൺമുമ്പിൽ തന്നെ ഒരാൾ മരിച്ചുകൊണ്ടിരിക്കുമ്പോ അവരിത് കണ്ടിട്ട് ചുമ്മാതിരിക്കോ? ഒരു മിനിറ്റ്, ഞാനൊന്ന് ഫോൺ ചെയ്ത് നോക്കട്ടെ. ഫോൺ സ്വിച്ച് ഓഫ് ആണ്. നിന്റെ കയ്യിൽ ബീന ചേച്ചിയുടെ വേറെ വല്ല നമ്പറും ഉണ്ടോ? ഈ നമ്പർ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഹലോ, അവിടെ ബീനയുണ്ടോ? ഇപ്പൊ എവിടെ ഉണ്ട്? അഡ്രസ് അറിയാവോ? ബീന ചേച്ചി നാട്ടിലേക്ക് പോയിന്നാ പറയുന്നത്. ക്യാനിങ്. ഇതാ ഒരു വണ്ടി കംപ്ലൈന്റ് ഉണ്ട്. എല്ലാവരും നിങ്ങളെ ഭയങ്കരമായി ചീത്ത പറയുന്നുണ്ട്. സാഹചര്യം മോശമായിക്കൊണ്ടിരിക്കുക. ഒരുപാട് മെയിൽ വരുന്നുണ്ട്. ഇങ്ങനെ ഇത് വോട്ടേഴ്സിന്റെ ഇടയിൽ ഇച്ചിരി പ്രശ്നം ഉണ്ടാവും, മനസ്സിലായോ? ഇങ്ങോട്ട് നോക്ക്, ഫ്ലോട്ടേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ റെപ്യൂട്ടേഷനാ. യവന്മാരൊന്നും നമുക്ക് പ്രധാനമല്ല. നിങ്ങൾ എന്തെങ്കിലും ഒരു തീരുമാനം എടുത്തേ മതിയാവൂ. ഞാൻ ആ പരദേശിയോടെ പല പ്രാവശ്യം പറഞ്ഞതാ ആ കോച്ചിനെ എങ്ങനെയെങ്കിലും നാട് കടത്തണമെന്ന്. അയാളത് കേട്ടില്ലല്ലോ. ചേട്ടാ, മെമ്പറിനെ എടുത്ത് ചവിട്ടോടയിലിട്. ഫ്ലോട്ടേഴ്സിൽ മെമ്പർഷിപ്പ് വാങ്ങിക്കാൻ വേണ്ടി ആയിരക്കണക്കിന് പേര് വെയിറ്റിംഗിൽ നിൽക്കുക. മനസ്സിലായോ നിനക്ക്? അവനെ ആദ്യം അവിടുന്ന് ജോലിന്ന് പറഞ്ഞു വിടണം. അവൻ അവിടെ ഉള്ളിടത്തോളം കാലം പ്രശ്നങ്ങൾ ഒരിക്കലും തീരത്തില്ല. എന്താ, ശരിയല്ലേ? ഇനിയിപ്പോ ചെയ്യേണ്ട എന്താ? നോട്ടീസ് അടിച്ച് ഒട്ടിക്കാം. വേറെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഫ്ലോട്ടേഴ്സ് സ്വിമ്മിംഗ് വർക്ക്ഷോപ്പ്, ഇന്ത്യയിലുള്ള ഫേമസ് സ്വിമ്മറിന്റെ പേര് അങ്ങോട്ടിട്ട്. ഇതാ നോക്ക് ആകാശ്, ഇപ്പൊ ആ കേസ് വളരെ ക്രിട്ടിക്കൽ ആയിരിക്കുക. ജനങ്ങൾ പോലീസിനോട് ചോദ്യം ചോദിക്കാൻ തുടങ്ങി. അതുമാത്രമല്ല, കരുണ സിംഗിനെ ഒരിക്കലും നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല. പിന്നെ ആ പണക്കാരൻ ഗോപേഷിന്റെ കൂടെ അടിയുണ്ടാക്കാൻ എന്നെ കിട്ടത്തില്ല. ഇപ്പൊ അയന്റെ എല്ലാ ജോലിയും നമ്മൾ ക്ലോസ് ചെയ്യണം. ഇപ്പൊ അവൻ പരിക്ക് പറ്റിയ പാമ്പിനെ പോലെ നമ്മളെ കൊത്താൻ വേണ്ടി കാത്തിരിക്കുക. അതിനു മുമ്പ് അവന്റെ പല്ലങ്ങ് പിഴുതെറിയണ്ടേ? എന്താ അമ്മ? എന്താണ്? എക്സ്ക്യൂസ് മീ. പറയൂ. ഞാൻ ICU ബെഡ് നമ്പർ 4 പേഷ്യന്റിന്റെ മകനാ. പേഷ്യന്റ് പേര് മായറായി. അവരെന്തിനാ ICU ജനറൽ വാർഡിലേക്ക് മാറ്റിയത്? അത് എനിക്ക് പറയാൻ പറ്റില്ല. അത് ഡോക്ടറുടെ നിർദ്ദേശമാണ്. എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ റിസപ്ഷനിൽ പോയി ചോദിച്ചാൽ മതി. നീ വിഷമിക്കല്ലേ, വാ നമുക്ക് റിസപ്ഷനിൽ ചോദിക്കാം. എക്സ്ക്യൂസ് മീ. ക്യൂവിൽ വാടോ. ആൾക്കാർ നിൽക്കുന്നത് ഇയാൾ കണ്ടില്ലേ? നിങ്ങളത് കളിക്കോളോ? എന്റെ അമ്മയുടെ അവസ്ഥ വളരെ ക്രിട്ടിക്കലാ. എന്തിനാണ് അവർ ICU ജനറൽ വാർഡിലേക്ക് മാറ്റിയത്? ആര് പറഞ്ഞിട്ട്? ഇതൊരു ഹോസ്പിറ്റലാണ്. ഇവിടെ ബഹളം വെക്കാൻ പാടില്ല. ഇത് ഹോസ്പിറ്റലാണ്. ഒന്ന് മനസ്സിലാക്കുക. ഉത്തരവാദിത്വം. ഞാനിനി എന്ത് ചെയ്യണതാ? സെക്യൂരിറ്റി സെക്യൂരിറ്റി നമ്മുടെ ജീവനോട് പോരാടുമ്പോ സമാധാനം
എങ്കിൽ ശരി, എല്ലാം ഒന്ന് നോക്കി കണ്ട് ചെയ്തേക്ക്. പിന്നെ MLA സാർ, നിങ്ങൾക്കും എൻ്റെ അമ്മാവനും ഞാനോട് ചില പ്രശ്നങ്ങളുണ്ടെന്നുള്ളത് ശരിയാ. പക്ഷെ എൻ്റെ അമ്മ എന്ത് തെറ്റ് ചെയ്തിട്ടാ എൻ്റെ അനുവിനെ എനിക്ക് നഷ്ടപ്പെട്ടു? ഇനി എൻ്റെ അമ്മയാണോ? എടോ, എന്താ സംഭവിച്ചെന്ന് എന്നോടൊന്ന് പറയടോ. അമ്മയ്ക്ക് കീമോതെറാപ്പി ചെയ്യണം, പക്ഷെ അവരത് കൊടുക്കുന്നില്ല. ഐസിയുന്ന് ജനറൽ വാർഡിലേക്ക് ഷിഫ്റ്റും ചെയ്തു. ചോദിച്ചപ്പോൾ ഡോക്ടർക്കും അറിയില്ല, അവിടെയുള്ള സ്റ്റാഫുകൾക്കും അറിയില്ല. ഞാനിനി ആരോട് ചോദിക്കാനാ? എന്തെങ്കിലും ഒന്ന് ചെയ്യേ. എന്തോന്നാടോ ഇതൊക്കെ? ഞാനെന്താ ഹെൽത്ത് മിനിസ്റ്ററാണോ? ഞാൻ നോക്ക്, നിന്റെ അമ്മയ്ക്ക് വേണ്ടി നീ എത്ര പ്രാവശ്യം എന്നോടൊന്ന് ചോദിച്ചിട്ടുണ്ട്. ഞാനും എന്നാൽ കഴിയുന്ന രീതിയിൽ പറ്റുന്ന സഹായം ചെയ്തിട്ടുമുണ്ട്. ആവശ്യത്തിന് പണവും തന്നു. താങ്ക് യു സോ മച്ച്. നിങ്ങൾ ചെയ്ത എല്ലാത്തിനും ഒരുപാട് നന്ദിയുണ്ട്. പക്ഷെ ഇപ്പൊ എന്തിനാ എന്നോട് ഇങ്ങനെ ചെയ്യുന്നത്? ദയവേത് നിങ്ങളൊന്ന് വിളിച്ചു പറഞ്ഞാൽ മാത്രം മതി സാർ, പ്ലീസ്. ഓക്കെ, ഇനി നിങ്ങൾക്ക് എന്താ വേണ്ടത്? ഞാൻ ഫ്ലോട്ടേഴ്സിന്റെ ജോലി ഉപേക്ഷിക്കാം, എല്ലാം വിടാം. അമ്മാവാ പ്ലീസ്, കുറച്ച് ദിവസം ഒന്ന് വെയിറ്റ് ചെയ്തൂടെ? അമ്മ ഇനി ഒരുപാട് കാലമൊന്നും ഉണ്ടാവില്ല. അതിനുശേഷം നിങ്ങൾ ആ വീട് എന്ത് വേണമെങ്കിലും ചെയ്തു, എനിക്ക് ഒരു കുഴപ്പമില്ല, പ്ലീസ്. ഇതാ നോക്കൂ ഗോപു, ആവശ്യമില്ലാതെ നിങ്ങളുടെ കുടുംബ പ്രശ്നത്തിനുള്ളിൽ എന്നെ വലിച്ചഴിക്കല്ലേ പ്ലീസ്. നിങ്ങൾ ഹോസ്പിറ്റലിൽ കെട്ടാൻ ആഗ്രഹിച്ചു, ശരി, നമ്മുടെ നാട്ടിലുള്ളവർക്ക് പ്രയോജനമാണെന്ന് കരുതി ഞാൻ അങ്ങ് സമ്മതിച്ചു. പക്ഷെ നിങ്ങളുടെ ചേട്ടന്റെ മോനിപ്പോ എന്നെ കുറ്റം പറയുന്ന കണ്ടില്ലേ? തെറ്റിദ്ധരിക്കരുത്, ഇത് ഞങ്ങളുടെ രക്തത്തിലുള്ളതാ. അച്ഛനും അങ്ങനെയായിരുന്നു, ചേട്ടനും അങ്ങനെയായിരുന്നു. ഇപ്പൊ ഞാനെന്താ? ഞാനങ്ങനെ വെറുതെ ഇരിക്കില്ല. അമ്മാവാ, ആ വീടെന്റെ അമ്മയുടെ അവസാനത്തെ ആഗ്രഹമാണ്. അതെങ്ങാനും സാധിച്ചില്ലെങ്കിൽ ആ പേപ്പറുകളൊക്കെ ഞാൻ നിങ്ങളുടെ മുഖത്ത് വലിച്ചെറിഞ്ഞനെ. അതെയോ? അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യ, നീ ഇപ്പൊ പോയി നിന്റെ അമ്മയുടെ കയ്യിൽ നിന്ന് ഒരു സൈൻ മേടിച്ചിട്ട് വാ ഈ പേപ്പറിൽ. മനസ്സിലാവുന്നുണ്ടോ? കുറച്ച് ദിവസത്തേക്ക് ഞാൻ ഇവിടെ കാണുള്ളൂ, തിരിച്ചു വരാൻ കുറെ കാലമാവും. ഞാൻ പോകുന്നതിന് മുമ്പേ ഗരിയയിൽ നിനക്കൊരു 2 BHK ഫ്ലാറ്റ് മേടിച്ചു തരാം. എന്നിട്ട് നിങ്ങൾ ഇവന്റെ കോൺട്രാക്ട് റിന്യൂ ചെയ്തങ്ങ് കൊടുത്തേക്ക്. അത് കഴിഞ്ഞ് അവൻ എത്ര പൈസ ചോദിക്കുന്നോ അതും കൊടുത്തേക്ക്. എന്തൊക്കെ പറഞ്ഞാലും ഇവനാ ഞങ്ങളുടെ കുടുംബത്തിന്റെ അഭിമാനം. എന്റെ മോനെ, നീയാണ് യഥാർത്ഥ ചാമ്പ്യൻ. ഫ്ലോട്ടറിന് നിന്നെ ആവശ്യമുണ്ട്. പോയി സൈൻ മേടിച്ചിട്ട് വാ. ഇത് കാരണം നീയും രക്ഷപ്പെടും, നിന്റെ അമ്മയും രക്ഷപ്പെടും. ചേട്ടാ നമസ്കാരം, ഞാൻ കുറച്ച് ദൂരെന്നാ. പറഞ്ഞാട്ടെ. ഇവിടെ ബീന എന്ന പേരുള്ള ആരെങ്കിലും ഉണ്ടോ? അവരുടെ ഹസ്ബൻഡിന് ഒരു പിക്ചർ വിൽക്കുന്ന കടയുണ്ട്, ചേട്ടൻ അറിയാവോ? ഓ, അവരാണോ? കുറച്ചാൾ മുമ്പേ ബിസിനസ് ഒക്കെ ക്ലോസ് ചെയ്തു. സിഗരറ്റും വെള്ളവടിയും പെണ്ണ് കേസും കാരണം എല്ലാം നശിപ്പിച്ച് കളഞ്ഞേ. ഇപ്പൊ കാട്ട്പൂറിൽ എവിടെയോ ഉള്ളതായിട്ട് അറിവ്. ലിവർ പേഷ്യന്റാ, എപ്പോ വേണേലും തട്ടിപ്പോവാം. താങ്ക്സ് ചേട്ടാ, പോവാം. എന്താടോ ജോലി ഇതുവരെ കഴിഞ്ഞില്ലേ? ഇല്ല സാറേ, എല്ലാം ഏർപ്പാട് ചെയ്തിട്ടുണ്ട് സാറേ. അല്ല, ഇങ്ങോട്ട് നോക്കിയത് ആരാന്ന്? എന്താ ഇങ്ങോട്ടൊക്കെ? നിങ്ങൾ അവിടെ കൊൽക്കട്ടയിലൊക്കെ നല്ല സന്തോഷമായിട്ടൊക്കെ ഇരുന്നതല്ലേന്നേ, പിന്നെ എന്തിനാ ഇങ്ങോട്ട് വന്നേ? ഞാനിപ്പോൾ ഇവിടെ ശരിക്കും സന്തോഷത്തിലാ. ശുദ്ധവായുവും മനോഹരമായ സ്ഥലവും, ഞങ്ങൾ സന്തോഷത്തിലാ. നിങ്ങൾ ഈ സിറ്റിയിലുള്ളവരെ കാർബൺ ഡൈ ഓക്സൈഡൊക്കെ ഇങ്ങോട്ട് പുറത്തോട്ട് വിട്ടോണ്ടിരുന്ന പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യാനാ? നിങ്ങളെന്താ ഇവിടെ? എല്ലാം നിങ്ങളുടെ കരുണ കൊണ്ടാ. നീയൊക്കെ നിന്റെ ചിറ്റപ്പൻ്റെ കൂടെ സൂചിച്ചല്ലേ ഇരിക്കുന്നേ. ആ വൃത്തികെട്ട MLA ഉണ്ടല്ലോ, അവൻ എനിക്ക് നല്ലൊരു പണി തന്നു. ഒരു യെല്ലോ കാർഡും തന്ന കൊൽക്കട്ടയിൽ നിന്ന് ഇങ്ങോട്ട് കാനിങ്ങിലോട്ട് ട്രാൻസ്ഫറും ചെയ്തു. എന്ത് ചെയ്യാൻ പറ്റും? വന്നല്ലേ പറ്റൂ. നിങ്ങൾക്ക് പേടിയല്ലേ? എന്താ നിനക്ക് പേടിയില്ലേ? നീ ധൈര്യം കാണിക്കാൻ പോയാ നിന്റെ അനിയത്തി ഇല്ലാണ്ടായ അമ്മയും മരണക്കിടക്കല. ശരി. അല്ല, ഒരു മിനിറ്റ് നിന്നേ. എന്താ ഇത്ര ധൃതി? ബീനയുടെ അഡ്രസ്സ് തനിക്ക് വേണ്ടേ? അല്ല, ഇതെന്നാ ഒന്നും സംസാരിക്കാണ്ട് വായടച്ചു പോയത്? നിന്നെ ഇതുപോലത്തെ ഒരു അവസ്ഥ കാണുമ്പോൾ എനിക്ക് സങ്കടം തോന്നുന്നു. താൻ എൻ്റെ അതിഥിയാണല്ലോ, താനിക്ക് എപ്പോൾ വേണമെങ്കിലും എന്നെ വന്ന് കാണാം, മനസ്സിലായോ? അത് മാത്രമല്ല, താൻ എപ്പോൾ ഇങ്ങോട്ട് വന്നാലും ആ കാര്യം ഞാൻ അറിഞ്ഞിരിക്കും. അതിനു വേണ്ടിയല്ലേ മൊബൈൽ എന്ന് പറഞ്ഞാൽ കണ്ടുപിടിച്ചതൊക്കെ. ഇതൊക്കെ എന്തിനാന്ന് നിനക്കറിയാവോ? നീ ഈ ഏരിയയിൽ എന്തൊക്കെയാ ചെയ്യുന്നതെന്ന് എന്നോട് ശ്രദ്ധിക്കാൻ പറഞ്ഞേക്കുവാ. പിന്നെ നിന്നെ എങ്ങനെയാ ട്രീറ്റ് ചെയ്യേണ്ടതെന്നും പറഞ്ഞിട്ടുണ്ട്. നിന്റെ പരിഗണന പോലെ ഇരിക്കുമല്ല. പിന്നെ ഈ നാടകം എന്തിനു വേണ്ടിയായിരുന്നു? ഇതിനൊക്കെ കാരണം MLA, കൗൺസിലർ, പിന്നെ ആ വൃത്തികെട്ടവനുണ്ടല്ലോ എൻ്റെ സീറ്റിലിരിപ്പുണ്ടല്ലോ, ആ കരുണ സിംഗ്, അവനാണ് എല്ലാത്തിനും കാരണം. എന്നെ എളുപ്പത്തിൽ ഇങ്ങോട്ട് വലിച്ചെറിഞ്ഞെന്നാ അവരുടെയൊക്കെ ഒരു വിചാരം. ഇഷ്ടത്തിന് കൂത്തടിക്കാന്നാ അവരുടെ വിചാരം. പക്ഷെ അവരെ തടയാനായിട്ട് ഇവിടെ ആർക്കാണ് ധൈര്യം?
ലക്ഷക്കണക്കിനാ കൈക്കൂലി കൊടുക്കുന്നത്. എല്ലാ മാസവും പോലീസുകാർക്ക് അത് കറക്റ്റായിട്ട് കിട്ടും. വേറെ എന്നെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? അതുകൊണ്ടാ ഉള്ള പണിയൊക്കെ കളഞ്ഞിട്ട് ആ വൃത്തികെട്ട NRI ഗോപേഷിനെയൊക്കെ സംരക്ഷിക്കേണ്ട അവസ്ഥയിൽ എത്തിയിരിക്കുന്നത്. നിങ്ങക്ക് ബീന എവിടെ ഉള്ളതെന്ന് അറിയില്ലേ? കുറേ ദിവസങ്ങളായിട്ട് എനിക്ക് എന്നെ തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. ഒരു കാര്യം പറയട്ടെ, നിന്റെ അനിയത്തിയുടെ മുഖവേ TV കണ്ടപ്പോൾ തോന്നിയതാ അങ്ങനെ ഒരു പെണ്ണിന് സംഭവിക്കാൻ പാടില്ലായിരുന്നു. എല്ലാ കാര്യങ്ങളും എനിക്കറിയാം. സത്യം പറയണമെങ്കിൽ ഇതൊക്കെ കേട്ടിട്ട് ഞാൻ വളരെ വിഷമിച്ചതാ. നിന്റെ അനിയത്തിനെ പോലെ തന്നെ 18 വയസ്സിൽ എനിക്കൊരു മോനുണ്ട്. അവൻ്റെ പേര് ആർജോന്ന. അവൻ വളരെ വയലൻ്റാ. അവൻ അവൻ്റെ അമ്മേനെ ഇട്ട് അടിക്കും, കഷ്ടപ്പെടുത്തും. അവൻ അവളുടെ മുടിയൊക്കെ പിടിച്ച് വലിക്കും. ഞാൻ ദൈവത്തിൻ്റെ അടുത്ത് കുറേ പ്രാവശ്യം ചോദിച്ചിട്ടുള്ളതാ, എന്തിനാ എന്നെ ഇങ്ങനെ ഇട്ട് കഷ്ടപ്പെടുത്തുന്നതെന്ന്. പിന്നെ ഒരു ദിവസം എൻ്റെ മോനെ തേനീച്ചയെ പിടിക്കാൻ പോയപ്പം മുകളിൽ നിന്ന് താഴെ വീണ് മരിച്ചുപോയി. അവന് ചുറ്റും രക്തമായിരുന്നു. ഞാൻ ഉടനെ അവൻ്റെ അടുത്ത് ഓടിപ്പോയി. ഞാനവനെ മടി വെച്ചിട്ട് അവൻ്റെ പേര് പറഞ്ഞു വിളിച്ചതാ. അച്ഛാന്നൊരു വാക്കൊഴിച്ച് അതുവരെ അവൻ വേറെ വാക്കൊന്നും പറഞ്ഞിട്ടില്ല. അവസാനമായി അവൻ എൻ്റെ മുഖത്തോട്ട് നോക്കി എന്താ പറഞ്ഞെന്നറിയാവോ? ചേച്ചി, അമ്മേ, അച്ഛൻ. സോറി, എന്നോട് ക്ഷമിക്കണം. നീ അവർക്കൊക്കെ ശരിയായ ശിക്ഷ മേടിച്ചു കൊടുക്കണം. എങ്കിലേ അനുവിൻ്റെ ആത്മാവിന് ശാന്തി കിട്ടൂ. നിങ്ങൾ പുറപ്പെടുക. ബീനയ്ക്കെല്ലാം അറിയാം, ഒന്നു വിടാതെ അറിയാം. ചേട്ടാ ഒന്ന് ഇവിടെ ബീന എന്ന് പറയുന്ന ആൾ എവിടെ താമസിക്കുന്നത്? നേരെ പോയി അവിടെ ആരോടെങ്കിലും ചോദിച്ചാൽ ശ്യാമയുടെ വീട് പറഞ്ഞു തരും. താങ്ക്സ്. താങ്ക് യു. ഇങ്ങേർക്ക് വേണ്ടിയാ, ഇങ്ങനെ രക്ഷിക്കാൻ വേണ്ടിയാ ഞാൻ എല്ലാ പാപവും ചെയ്തത്. ഇങ്ങേര് ജീവനോടുണ്ടെങ്കിലും ഞാൻ ഓരോ നിമിഷവും ചത്ത് ചത്ത് ജീവിക്കുക. ലിവറിന് ട്രീറ്റ്മെന്റ് എടുക്കുന്ന സമയത്തും കുടിച്ചു ബോധമില്ലാതെ ഇങ്ങേര് വീട്ടിൽ വരുന്നത്. ഇങ്ങേറെ മദ്യപാനം കാരണം നടത്തിയിരുന്ന ഒരു കച്ചവടവും ഇല്ലാതായി. അതുമാത്രമല്ല, ചീട്ടുകളി ആരംഭിച്ചു. ഉള്ള വസ്തുക്കളെല്ലാം വിറ്റ് നശിപ്പിച്ചു. ഇങ്ങേറെ അച്ഛനുണ്ടാക്കിയ സമ്പത്ത് മൊത്തം വിറ്റ് നശിപ്പിച്ചു. ഞാനിപ്പോ നടുത്തരുവില്ല. എന്താ പറ്റി ബീന ചേച്ചി? എന്റെ അത്യാഗ്രഹം കാരണം. മര്യാദയ്ക്ക് ഒപ്പിട്. ഞാൻ അങ്ങനെ ചെയ്യില്ല. ബീന ചേച്ചിക്ക് എങ്ങനെ ഇത് ചെയ്യാൻ സാധിച്ചു? അത്യാഗ്രഹം. എല്ലാത്തിനും അത്യാഗ്രഹമാണ് കാരണം. മനുഷ്യർ അത്യാഗ്രഹം മൂത്ത് എന്ത് വേണമെങ്കിലും ചെയ്യും. നിങ്ങൾ എന്നോട് ക്ഷമിക്കണമെന്ന് ഞാൻ പറയുന്നില്ല. മോനാവുമെങ്കിൽ എന്നെ ഒന്ന് കൊന്നു തരാവോ? പക്ഷെ അതിനെല്ലാം മുമ്പ് ആ MLA യും കരുണാ സിംഗും മരിക്കുന്ന എൻ്റെ കൺമുന്നിൽ എനിക്ക് കാണണം. മോനെ, ഇത് നിന്റെ അമ്മയുടെ ഫോണാ. ആ സമയത്ത് അമ്മ നിന്നെ വിളിക്കാൻ കുറേ ട്രൈ ചെയ്തായിരുന്നു. അപ്പോൾ തനിയെ റെക്കോർഡർ ഓണായി. എല്ലാം ഇത് റെക്കോർഡായിട്ട്. നിന്റെ ചിറ്റപ്പൻ നീ വിചാരിക്കുന്ന ഒരാളല്ല. അയാൾ വളരെ ക്രൂരനാണ്. അവനും അതിന് തക്കതായ ശിക്ഷ കൊടുക്കണം. കൽക്കത്തയിലുള്ള മായാദേവി ഇന്ന് ഹോസ്പിറ്റലിൽ മരിച്ചു പോയിരിക്കുകയാണ്. തീവ്ര പരിചരണമുണ്ടായിട്ടും അവരെ രക്ഷിക്കാൻ സാധിച്ചില്ല. ഏതോ വ്യക്തികൾ ആക്രമിച്ചതുകൊണ്ടാണ് അവർക്ക് ഇങ്ങനെ സംഭവിച്ചിരിക്കുന്നത്. തലയ്ക്ക് പരിക്ക് പറ്റിയാണ് അവർ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയത്. അനു എന്ന പെൺകുട്ടി സ്പോട്ടിൽ തന്നെ മരിച്ചിരിക്കുകയാണ്. പോലീസ് ഈ കേസ് ഒരു കൊള്ള സംഭവമായി ചിത്രീകരിച്ചിരിക്കുന്നു.
go ahead. Please. ॐ त्र्यम्बकं यजामहे सुगन्धिं पुष्टिवर्धनम् उर्वारुवबन्धनां मृत्युर्मक्षीयमामृतात् ॐ त्र्यम्बकं यजामहे सुगन्धिं पुष्टिवर्धनम् उर्वारुवबन्धनां मृत्युर्मक्षीयमामृतात् ॐ त्र्यम्बकं यजामहे सुगन्धिं पुष्टिवर्धनम् उर्वारुवबन्धनां मृत्युर्मक्षीयमामृतात् അല്ല, നമ്മുടെ ഗോപു സാർ എവിടെ പോയി? സാറിനെ ഇവിടെ എവിടെയും കാണുന്നില്ലല്ലോ. ഈ സാർ അത് എവിടെ പോയി കിടക്ക? അയൻ, നീ ഗോപു സാറിനെ കണ്ടോ? ഗോപു സാർ എവിടെ? അയൻ, സാർ വെള്ളത്തിൽ മുങ്ങിപ്പോയി. ദാ, അവിടെ. അയൻ, ഒന്ന് വേഗം അവിടെ. അയൻ, അയൻ. ബോഡി കിട്ടിയിട്ടുണ്ട്. ദാ ഇപ്പൊ കിട്ടിയുള്ളൂ. പോസ്റ്റ്മോർട്ടത്തിന് ബോഡി അയക്കുന്നില്ലേ? ഒരു കാര്യം മാത്രം മനസ്സിലാവാത്തേ, അവൻ നീന്തലില് ചാമ്പ്യൻ അല്ലേ? ലൈഫ് ഗാർഡിന്റെ ട്രെയിനിങ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അവനെ കൊണ്ട് അവന്റെ അങ്കിളിനെ കണ്ടുപിടിക്കാൻ പറ്റിയില്ലേ? താനെന്താ പറഞ്ഞു വരുന്നത്? തനിക്ക് അവന്റെ കാര്യത്തിൽ വല്ല സംശയമുണ്ടോ? അങ്ങനെയൊന്നുമില്ല. എനിക്കിപ്പോ ഒന്നും ചെയ്യാൻ പറ്റില്ല. സാറ് വേണം കണ്ടുപിടിക്കാൻ, അല്ലെങ്കിൽ സാറിനാ പ്രശ്നം. അവൻ ആള് നിസ്സാരക്കാരനല്ല, 440 വോൾട്ടാ. അവനെന്തോ കളി കളിച്ചെന്നാണോ പറഞ്ഞു വരുന്നത്? അതെ, അവനൊരു ഭയങ്കര നീന്തൽക്കാരനാണെന്നുള്ളത് മറക്കണ്ട. ഒന്ന് സൂക്ഷിച്ചോ സാറേ.
ഇവൻ കുരയ്ക്കുന്ന പട്ടിയല്ല, കടിക്കുന്ന പട്ടിയാ. അവിടെ എന്താ ചെയ്തോണ്ടിരിക്കുന്നേ? 100 പ്രാവശ്യം അതുപോലെ ചെയ്യ്. ബ്രീത്ത് ബ്രീത്ത് സൈഡ് സ്ട്രോക്ക്. ഹേയ്, എന്തായി ചെയ്യുന്നേ? തല കുനിക്ക്. ആ, തുടർന്ന് ചെയ്തോണ്ടിരിക്കേ. ഞാൻ പറയുന്നൊന്നും നിങ്ങൾ ചെയ്യുന്നില്ലോ, നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്തോണ്ടിരിക്കണോ? എത്ര നാളായിട്ടേ പ്രാക്ടീസ് ചെയ്യുന്നത്? എന്നെ കൊല്ലാൻ വേണ്ടി വന്നിരിക്കണ്ടില്ലേ? ഹേയ്, ഫാസ്റ്റ് 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 മൂവ് 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 ഫാസ്റ്റ് ഫാസ്റ്റ് മൂവ്. എന്തു പറ്റി? നിങ്ങൾക്ക് ക്ലബിൽ നിന്ന് ഒഫീഷ്യൽ മെയിൽ അയച്ചല്ലേ? കിട്ടി. പിന്നെ എന്തിനാ ഇങ്ങോട്ട് കെട്ടിയെടുത്തത്? ആ, അങ്ങനെ തന്നെ. ബ്രീത്ത് ചെയ്യ്, മര്യാദയ്ക്ക് ബ്രീത്ത് ചെയ്യ്. ആദ്യം പോലെ ഇതിൽ കാണുന്നില്ലല്ലോ. ഒരെണ്ണം ഞാൻ ദേ പറയുന്നതനുസരിച്ച് നോക്ക്, അയാളാ പുതിയ കോച്ച്. ഞാനിവിടെ കിടന്ന് തൊള്ളർന്നോണ്ടിരിക്കും. അയാളെ നിനക്ക് അറിഞ്ഞൂടെ? എടാ, ബൗരിയ ജാന, നിന്നോടല്ലേ പറയുന്നത്? മര്യാദയ്ക്ക് ഒന്ന് നാഷണൽ മുങ്ങ്. റെക്കോർഡൊക്കെ ഉള്ള ആളാ. നിന്നോടാണ്. എടാ, ശരിക്കും ഒന്ന് ഫ്ലോട്ടേഴ്സ് എന്താണെന്നാണ് എന്റെ ആഗ്രഹം. ഇനി ഈ ഫ്ലോട്ടേഴ്സിന് നിന്റെ ആവശ്യമൊന്നുമില്ല. മര്യാദയ്ക്കൊന്ന് സ്വിം ചെയ്യടാ. മെയിലിന് റിപ്ലൈ ചെയ്തോ ഇല്ലയോ? എത്ര പ്രാവശ്യം നിന്റെ അടുത്ത് പറഞ്ഞാലും മനസ്സിലാവും. 6 മാസം നിങ്ങളെ സസ്പെൻഡ് ചെയ്തിരിക്കുക. ഇനി അതിന്റെ കാരണം അറിയണമെങ്കിൽ കമ്മിറ്റിയിൽ ചോദിച്ചാൽ മതി. നീ കാരണം ക്ലബിന്റെ റെപ്യൂട്ടേഷൻ മൊത്തം പോയി. എന്താ അടുത്ത പരിപാടി? വെള്ളം കുടിച്ച് ചത്തു. ഞാൻ റിസൈൻ ചെയ്യാൻ പോവാ. കേക്കണ്ട. സത്യമാണോ? അത് തന്നെ. അപ്പൊ 6 മാസം ഇവനൊക്കെ എവിടെന്ന് അത് കെട്ടിയെടുത്തതാ? എടാ, എന്താടേ നിങ്ങളുടെ പുതിയ കോച്ചിനോടെ എൻ്റെ ഒരു നന്ദി അറിയിക്കണം. എത്ര പ്രാവശ്യം നിന്റെ അടുത്ത് പറഞ്ഞാലും മനസ്സിലാവും. ഇതിൻ്റെ റെസിഗ്നേഷൻ്റെ ഹാർഡ് കോപ്പിയാണ്. സോഫ്റ്റ് കോപ്പി ഞാൻ മെയിൽ ചെയ്തിട്ടുണ്ട്. എടാ, നിന്നോടല്ലേ പറയുന്നത്? മര്യാദയ്ക്കൊന്ന് പിന്നൊരു കാര്യം, നിന്നോടാണ്. സ്വിമ്മേഴ്സിന് എങ്ങനെ അടിക്കേണ്ടെന്ന് പുതിയ കോച്ചിനോടൊന്ന് പറഞ്ഞേക്ക്. കോച്ച് പ്ലേയേഴ്സിനെ സ്നേഹിക്കണം. ഇത് ശരിയാണോന്ന് ആദ്യം ഒന്ന് ചെക്ക് ചെയ്ത് നോക്ക്. ഓക്കെ സാർ. ആ, നീ എത്തിയോ? നമ്മൾ ക്ഷമയോടിരുന്ന് വേണം എല്ലാ കാര്യങ്ങളും ചെയ്യാൻ. മനസ്സിലായോ നിനക്ക്? അമ്മയ്ക്കും പെങ്ങൾക്കും ഉള്ള മരണാനന്തര ക്രിയ ചെയ്തേക്ക്. അങ്ങനെ ചെയ്താലേ ആത്മാവിന് മോശം കിട്ടത്തുള്ളൂ മോനെ. പിന്നെ നിന്റെ ചിറ്റപ്പൻ നിന്റെ രക്തബന്ധമല്ലേ അദ്ദേഹത്തിനും. ഈ വീട്ടിൽ വെച്ചാൽ ചടങ്ങ് നടക്കില്ല. ഞാനൊരു ലിസ്റ്റ് തയ്യാറാക്കിയിട്ടുണ്ട്. ഇവിടെ അടുത്ത് പരിചയമുള്ള ഒരാൾ വന്നിരുന്നു. അയാൾ എന്നോട് പറഞ്ഞു, കാർഡ് താ, ഞാൻ എല്ലാവർക്കും കൊടുക്കാമെന്ന്. കാർഡ്സ് ക്ലബിലേക്ക് അയച്ചേക്ക്, അവരെല്ലാവർക്കും അയച്ചോളും. അപ്പോൾ നിന്റെ ബന്ധുക്കൾക്ക്? അങ്ങനെ ആരുമില്ല. സ്റ്റുഡൻസിനൊക്കെ അനുവിന് വലിയ കാര്യമായിരുന്നു. ഞാനിന്ന് ഫ്ലോട്ടേഴ്സ് പോയിരുന്നു, പക്ഷെ ആരെയും കണ്ടില്ല. അവരെന്തായാലും അറിഞ്ഞിരിക്കണം. വിഷമിക്കേണ്ട, ഞാൻ എന്തായാലും മൻസൂർ അങ്കിളിനോടൊന്ന് സംസാരിക്കാം. അദ്ദേഹം ഒന്ന് ഫ്ലോട്ടേഴ്സിൽ പോയി നോക്കട്ടെ. ഉറപ്പായി എന്തെങ്കിലും വിവരം കിട്ടുമായിരിക്കും. പിന്നെ എനിക്ക് 2 കാർഡുകൾ വേണം. അത് ഞാൻ തന്നെ കൊടുത്തോളാം. ബ്ലാങ്ക് കാർഡ്. രംഗനാഥ്പൂരിലുള്ള 4 പേരോട് ഞാൻ സംസാരിച്ചിരുന്നു. അവർ സറണ്ടർ ആവാന്ന് പറഞ്ഞു. പക്ഷേ കൂടുതൽ പണം കൊടുക്കേണ്ടി വരും. എത്ര വേണം? 25. തനിക്കെന്താ വല്ല ഭ്രാന്തുണ്ടോ? അവരൊരു 3 വർഷം ജയിലിൽ കിടക്കത്തുള്ളൂ, അല്ലാതെ തൂക്കി കൊല്ലത്തൊന്നുമില്ലല്ലോ. ഞങ്ങൾ മോഷ്ടിക്കാൻ ശ്രമിച്ചപ്പോൾ ആ പെണ്ണ് പ്രശ്നം ഉണ്ടാക്കി, അതുകൊണ്ട് കൊന്നെന്ന് പറയും. അത് പ്രതീക്ഷിക്കാൻ സംഭവിച്ച ഒരു ആക്സിഡന്റ് ആണെന്ന് പറഞ്ഞാൽ കേസ് അങ്ങ് ക്ലോസ് ആകും. 302 സെക്ഷൻ അറിയോ? മർഡർ ചാർജ് ഉറപ്പാ. ശരി 20 അങ്ങ് ഉറപ്പിച്ചേക്ക്. ഇതിൽ കൂടുതൽ പ്രശ്നം വേണ്ട. ക്ലോസ് ദി ചാപ്റ്റർ. ശരി സാറേ. പക്ഷേ എൻ്റെ കാര്യം എങ്ങനെയാ? നീ പോയി ചാവടാ. എല്ലാ ഉത്തരവാദിത്വവും ഞാൻ ഏറ്റെടുക്കാൻ പറ്റുമോ? ആദ്യം ആ ഒപ്പൊക്കെ ഒന്ന് വാങ്ങിക്കട്ടെ. വീട് എൻ്റെ പക്കലൊന്ന് വരട്ടെ. അയൺ സമ്മതിച്ചു. ഫ്ലാറ്റും കാശും എല്ലാം തരാമെന്ന് പറഞ്ഞു. പണത്തിന് മീതെ പരുന്തും പറക്കില്ല. പണം ഉണ്ടെങ്കിൽ നമുക്ക് ആരെ വേണമെങ്കിലും നിയന്ത്രിക്കാം. നീ ഇപ്പോൾ പോകാൻ നിനക്ക് ആവശ്യമുള്ളതെല്ലാം കിട്ടും.
ആരാടാ അത്? എടാ നിന്നോടാ ചോദിച്ചത്. മതി മതി ജോലിയൊക്കെ ചെയ്തത്, ബാക്കി നാളെ ചെയ്താൽ മതി. പോടോ വീട്ടിൽ പോ. അയ്യോ സാറിനെന്തോ ആപത്ത് പറ്റിയിരിക്കുന്നു. ഒന്ന് വേഗം ചെല്ലേ, അങ്ങോട്ട് ചെല്ലേ. ഒന്ന് വേഗം ചെന്ന് ആരെങ്കിലും രക്ഷപ്പെടുത്ത്. നമോ വിഷ്ണു, നമോ വിഷ്ണു, നമോ വിഷ്ണു. ഒരു പ്രധാനപ്പെട്ട വാർത്തയാണ് ഇപ്പോൾ പറയാൻ പോകുന്നത്. MLA അർണബ് ദത്തയെ മരിച്ച നിലയിൽ സ്വിമ്മിംഗ് പൂളിൽ കണ്ടെത്തിയിരിക്കുന്നു. അദ്ദേഹത്തിന്റെ ഫാം ഹൗസിലാണ് അത്. നാരായണ നാരായണ, നമോ നാരായണ നാരായണ, ഓം നമോ നാരായണ നാരായണ, ഓം നമോ നാരായണ നാരായണ, ഓം നമോ നാരായണ നാരായണ നാരായണ, ഓം നമോ നാരായണ നാരായണ, ഓം നമോ നാരായണ 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 ശ്രീരാം. നമോ നാരായണ. ഇതൊരു സെൻസേഷണൽ മർഡർ ആണ്. ഇന്നലെ രാത്രി ഗോപാൽപൂർ പോലീസ് സ്റ്റേഷന്റെ അതിർത്തിയിൽ താമസിക്കുന്ന കർണ സിംഗിന്റെ ശവശരീരം കണ്ടെത്തിയിരിക്കുന്നു. ഇവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ കർണ സിംഗ് പോലീസുകാർക്ക് വളരെ വേണ്ടപ്പെട്ട ഒരു വ്യക്തിയാണ്. കുറച്ചു നാളിന് മുമ്പാണ് ജാർഖണ്ഡിൽ നിന്നും അയാളെ ഇവിടേക്ക് മാറ്റിയത്. കൊലപാതകത്തിന്റെ തെളിവുകൾ ഒന്നും ലഭിച്ചിട്ടില്ല. പക്ഷെ പോലീസ് സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ കൊൽക്കത്തയിലെ നഗരമധ്യത്തിലുള്ള ഒരു വീട്ടിൽ കുറച്ചു കാലം മുമ്പ് മോഷണവും കൊലപാതകവും നടന്നിരിക്കുന്നു. ആ വീട്ടിലുള്ള അയൻ എന്ന വ്യക്തിയെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നു. അയാൾക്ക് ഈ വ്യക്തിയോടുള്ള വ്യക്തി വൈരാഗ്യമാണ് കൊലപാതകത്തിന്റെ കാരണമെന്ന് പോലീസ് പറയുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ ചാനൽ നിങ്ങൾ തുടർന്ന് കണ്ടുകൊണ്ടേയിരിക്കുക. അച്ഛാ, എന്താ നീ ഇവിടെ? നാളെ എൻ്റെ അമ്മയുടെ അനിയത്തിയുടെയും ശ്രാദ്ധമാണ്. ഇത് നിങ്ങൾക്കുള്ള കാർഡാണ്. നടുറോട്ടി വെച്ചാണോ തരുന്നേ? നീ ഒരു കാര്യം ചെയ്യേ, ചടങ്ങെല്ലാം നന്നായി നടത്ത്. എന്നിട്ട് അടുത്ത ചടങ്ങ് അതിലും നന്നായി നടത്ത്. അത് നീ ചെയ്ത പാപത്തിന്റെ കൂലിയാ. രണ്ടുപേരെ കൊന്നു കളഞ്ഞിട്ട് ഇപ്പൊ എന്നെ കൊല്ലാൻ വന്നിരിക്കണോ നീ? ഞാൻ നിന്റെ അനിയത്തോട് വേണമെന്ന് വെച്ച് ചെയ്തല്ല, ഞാനൊന്ന് പിടിച്ച് തള്ളിപ്പോ. എടാ നീ എന്നെ
ഈ കേസിന്റെ വിചാരണയ്ക്ക് ശേഷം കോടതി ഒരു തീരുമാനത്തിലെത്തിയിരിക്കുകയാണ്. അത് സാധാരണ വീട് മാത്രമല്ല, ചെങ്കല്ല് കൊണ്ടും സിമന്റ് കൊണ്ടും മണ്ണ് കൊണ്ടും മാത്രം പണിത ഒരു വീടല്ല അത്. ഒരു കാര്യങ്ങളും പോലീസിന് തെളിയിക്കാൻ സാധിച്ചിട്ടില്ല. ഫൈറ്റ് ചെയ്തതിന്റെ കാലുകൾ തളർന്നിരിക്കുന്നു. എല്ലാം ക്ഷമിച്ചത് കാരണം എനിക്ക് അവസാനം രക്തം ചിന്തേണ്ടി വന്നു. എന്റെ സഹോദരിയുടെ വേദനയും അതുകൊണ്ട് ഈ കോടതി അമ്മയുടെ കണ്ണീരും എനിക്ക് ആയുധമായി മാറുകയായിരുന്നു. മുന്നിൽ മറ്റു വഴികളൊന്നുമില്ലാത്തതുകൊണ്ടാണ് എനിക്ക് ആയുധമെടുക്കേണ്ടി വന്നത്. അതല്ലാതെ മറ്റു വഴികളൊന്നുമില്ലായിരുന്നു. എന്റെ ഈ ജീവിതം ഇനിയുള്ളവർക്കും ഒരു പാഠമായിരിക്കണം. ധൈര്യമുണ്ടെങ്കിൽ നമുക്കെന്തും സാധിക്കും. ഭയത്തെ പോലും നമുക്കില്ലാതാക്കാം. ഇതാ നോക്കി, ഞാൻ എൻ്റെ ജോലി റിസൈൻ ചെയ്യാൻ പോവുക. ഓരോ ദിവസവും ഞാനിവിടെ കിടന്ന് ചത്ത് പണിയെടുക്കുക. അത് മാത്രമല്ല, ഓരോ ദിവസവും എനിക്ക് അത്യാഗ്രഹം കൂടുക. അതുകൊണ്ട് എന്തെങ്കിലും ഒരു പ്രായച്ചിത്തം ചെയ്യണമെന്ന് എനിക്കിപ്പോൾ ഒരു തോന്നലുണ്ടായി. എൻ്റെ മോൻ മരിച്ചത് കാരണമേ ആ വിഷമം സഹിക്കാണ്ട് എൻ്റെ ഭാര്യ എൻ്റെ മുമ്പിൽ തന്നെ ആത്മഹത്യ ചെയ്തു. ഇപ്പം നിങ്ങളോടെ ഒരു കാര്യം മാത്രമേ എനിക്ക് പറയാനുള്ളൂ. സോറി, നീ ശരിക്കും വിജയിച്ചു. എന്നോട് ക്ഷമിക്കണം. താങ്ക് യു സാർ. Come on, Paula. Come on, stroke. Come on, proper breathing. Come on. Lovely. Come on. Fast. അയാൻ, നമുക്ക് വീട്ടിൽ പോവാം. നിങ്ങൾ ഒരുപാട് ദൂരം സഞ്ചരിച്ചു കഴിഞ്ഞു. നീ ഇപ്പൊ വളരെ ക്ഷീണിതരാണ്. ആക്ച്വലി നീ ഒരു സ്പോർട്സ്മാൻ അല്ലേ? ഷിപ്പിന്റെ തിയറി അറിയാവുന്നതല്ലേ? ബോൺ സ്വിമ്മർ അല്ലേ? എന്റെ ജീവിതത്തിനൊരു അർത്ഥം ഉണ്ടാക്കിയത് നീയാണ്. ജീവിതത്തിൽ നീന്തൽ പഠിക്കണമെന്ന് നിർബന്ധമില്ല. ഐ എം എ ബോൺ സ്വിമ്മർ. എന്നാ പോയാലോ? നിനക്കൊരു സർപ്രൈസ് ഉണ്ട്. എന്ത് സർപ്രൈസ്? വാ, കാണിക്കാം. നാളെ രാവിലെ ഞാൻ നിന്റെ വീട്ടിൽ വരാം. റെഡി ആയിരിക്കണേ.
ഞാൻ പറഞ്ഞില്ലേ സർപ്രൈസ് ഉണ്ടെന്ന്, അതിതാ. ഇവരെല്ലാവരും നിന്നെ കാണാൻ വേണ്ടിയാ വന്നത്. ഉറപ്പായി ഇവരിൽ നിനക്ക് നിന്റെ അനുവിനെ കാണാൻ കഴിയുമോ? ഞാൻ എന്തേ, ശരിയല്ലേ?